നമ്മുടെ ഈ രാജ്യത്ത് പ്രേതം ഉണ്ടോ? ഒരു രാജ്യത്തും പ്രേതമില്ല. മരിച്ചുപോയവരോട് സംസാരിക്കാൻ പറ്റുമോ? പറ്റും. തിരിച്ചൊന്നും കേൾക്കില്ല. ഭയങ്കര പരിപാടിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. സഹൃദയരായ സഹൃദയ കലാസ്നേഹികളെ. സ്നേഹം. ആഹാഹാ. That was an optical illusion. Open it. ഡിഫറെന്റ്. ഓപ്പൺ ചെയ്യട്ടെ. അയ്യോ, ഈ സ്പീഡ് കൂടുമ്പോൾ എനിക്ക് പേടിയുണ്ട്. ഇപ്പോൾ ഒരു ദിവസം ഈ തിരിച്ചു വരാൻ പറ്റാത്ത പോലെ ആവില്ലേ, ഓ. ആ ദിവസം എനിക്ക് പേടിയുണ്ട്. പെട്ടെന്ന് പോയിട്ട് അവരിന്ന് കഴിച്ച ഭക്ഷണം കട്ടിയുള്ള ഭക്ഷണമാണോ എന്ന് ചോദിക്കുന്നു. ഊള പരിപാടിയാണേ, നിർത്തിക്കോ. ശരിക്കും ഒരു മോസ്റ്റ് മോഡേൺ മാജിക് തന്നെയാണോ മെന്റലിസം? ഡെഫിനറ്റ്ലി. പക്ഷെ അത് മാത്രമല്ല, ആ വേർഡ് അയാൾ വിചാരിക്കുന്നത് ആദിക്ക് വിചാരിക്കണമെങ്കിൽ ആദിക്ക് ചൈനീസ് അറിയണമല്ലോ. അതെ. അപ്പം ഇംഗ്ലീഷ് അല്ലാതെ ഒരു ലാംഗ്വേജ് ആണ് അവിടെ പറഞ്ഞെങ്കിൽ ആദ്യം പെടൂലേ? നല്ല ഉഗ്രം ചോദ്യം കേട്ടോ. ബ്രില്യൻ ചോദ്യമാണ്. പ്രേതം എല്ലാവരുടെയും ഒരു വിഷയമാണ്. പ്രേതം സിനിമ ഇപ്പോൾ ആദിയുടെ കൂടെ ഒരു കോൺട്രിബ്യൂഷൻ ഉള്ള സിനിമയാണ്. ഈ സത്യത്തിൽ ഈ പ്രേതത്തെ പിടിക്കാൻ പോകുന്ന കുറേ പരിപാടികളുണ്ട്. അത് കുറേ നാളായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോൾ വൈദ്യുതി വന്നതിന് ശേഷമുള്ള പ്രേതമല്ല, അതെ. വൈദ്യുതിക്ക് ശേഷമുള്ള പ്രേതം. ആ രണ്ട് പ്രേതവും പലതും മാറിപ്പോയി. പക്ഷെ സെയിം ഉദ്ദേശം കറക്റ്റാണ്. വന്നതിന് ശേഷമുള്ള അത് പോട്ടെ, അത് ആദിയുടെ മുമ്പിൽ ഇരിക്കുന്നതുകൊണ്ട് പറ്റിപ്പോകുന്നുണ്ട്. വാഗം വരെയും പിടിക്കുന്നതാണ്. അതാണ് കണ്ണിലുള്ള നോട്ടവും. അതെ, ക്രാന്തദർശിയായിട്ടുള്ള ഈ നൃത്തം കാണുമ്പോൾ അപ്പോൾ ശരിക്കും ഇതെല്ലാം എഡിറ്റ് ചെയ്യും. ആർക്ക് തെറ്റാറാൻ പറ്റില്ലല്ലോ. ശരിക്കും പ്രേതം എന്ന് പറയുന്ന കോൺസെപ്റ്റ് എനിക്ക് എപ്പോഴും അന്ധവിശ്വാസങ്ങൾക്കെതിരെ സംസാരിക്കാറുണ്ട്, ജ്യോതിഷത്തിനെതിരെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മെന്റലിസം തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അതിനൊരു അൺനാച്ചുറൽ ആയിട്ട് അവതരിപ്പിക്കുന്നവരോട് പലപ്പോഴും വിരോധം ഉണ്ട്. അത് സൂപ്പർസ്റ്റിഷ്യസ് ആണെന്ന് ക്ലെയിം ചെയ്തിട്ട് ചെയ്യുമ്പോൾ അതിൽ വലിയ തെറ്റിദ്ധാരണ വരുത്തുന്നുണ്ടല്ലോ. അപ്പം തന്നെ നമ്മളത് പറയണ്ടേ. അപ്പൊ ഈ പ്രേതം എന്ന് പറയുന്ന കോൺസെപ്റ്റ് സത്യത്തിൽ ഇപ്പോഴും പല രാജ്യങ്ങളിലും പല രീതിയിലാണ് വിൽക്കുന്നത്. അപ്പോൾ ആദ്യം പലപ്പോഴും പല രാജ്യങ്ങൾ, നമ്മുടെ ഈ രാജ്യത്ത് പ്രേതം ഉണ്ടോ? ഒരു രാജ്യത്തും പ്രേതമില്ല. കഥകളെന്നല്ലാതെ ഒന്നും. അപ്പോൾ ഈ പ്രേതത്തെ വേട്ടയാടുന്ന ടെലിവിഷൻ പരിപാടി, പിന്നെ കിർലിയൻ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന പണ്ട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ. കിർലിയൻ ഫോട്ടോഗ്രാഫി എന്താണെന്ന് അറിയില്ല. പ്രേതത്തിനെ വേട്ടയാടെന്ന് വെച്ചാൽ മിസ്റ്ററി പെട്ടെന്ന് സെല്ലാവും. ഒരു സന്തോഷം ഒരുപാട് സമയം ലാസ്റ്റ് ചെയ്യില്ല അല്ലേ. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് സസ്റ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. പേടി അങ്ങനെയല്ല, ഒരു സ്ഥലത്ത് ഉണ്ടായാൽ മതി. ഇനി എത്ര കോൺഫിഡൻസ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര റിസർച്ച് പേപ്പർ സബ്മിറ്റ് ചെയ്താലും എന്നാലും ഇനി ഉണ്ടോ വാഴയാണെങ്കിൽ ഒരു പേടി എന്ന് പറയുന്നൊരു സാധനം ഉണ്ട്. അപ്പം ഫിയർ അത്രയും ഡീപ്പ് റൂട്ടഡ് ആണ്. ഓക്കെ, കൾച്ചറിനെക്കാളും കുറേ നല്ല ക്വാളിറ്റി എന്ന് നമ്മൾ കൊണ്ടുനടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതില്ലെങ്കിൽ അവരില്ല. അതും ചിലപ്പോൾ തെറ്റും. ഫിയർ അങ്ങനെയല്ല, അത് എടുത്തു കളയാൻ ഭയങ്കര, അത് അൺലേൺ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അത്ര പെട്ടെന്ന്. പറ്റും, യു ഹാവ് ടു ലേൺ ഇറ്റ്. അത് കൃത്യമായിട്ട് പഠിച്ചിട്ടെങ്കിൽ അങ്ങനെ എളുപ്പമല്ല. അപ്പോൾ അങ്ങനെയുള്ളത് ഇപ്പോൾ ഹൊറർ പടങ്ങൾ അല്ലേ ഇഷ്ടം പോലെ എന്തോരം. അപ്പോൾ ഹൊറർ മൂവി സപ്പോസ് ടു സ്കെയർ പീപ്പിൾ. അത് കാണുന്നത് ഹൊറർ മൂവി ഇഷ്ടമില്ലാത്തവരല്ല, ഏറ്റവും പേടിയില്ലവരാ. അവർക്ക് ആ പേടി, അത് ആ പേടിയും എൻജോയ് ചെയ്യും. മുമ്പ് ഞാൻ പറഞ്ഞിട്ട് പെയിൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ആ പേടി എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് പോകുന്നത്. എന്നിട്ട് വീട്ടിലെല്ലാം കാണും, ഇങ്ങനെയൊക്കെയാ കാണുക. എന്നാ പിന്നെ കാണാണ്ടിരുന്നൂടെ? ഒരു ഡോറിന്റെ പകുതി ഇങ്ങനെ, അതായത് ഏത് സമയം ഓടാൻ വേണ്ടി റെഡി. സത്യം. അപ്പൊ പിന്നെ പലതും ഈ ഇത് ഉണ്ട് എന്നുള്ള രീതിയിലല്ല സിനിമകൾ ഇതിപ്പോ പ്രസന്റ് ചെയ്യുന്നത്. പെട്ടെന്ന് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ശബ്ദം വരെ ഒളിച്ചു നിന്നിട്ടൊരു അത് അല്ലേ. ഏത് ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ വാതിലിന്റെ ഡോർ അനുഭവമാക്കി കഴിഞ്ഞാൽ നമ്മൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. സോ ഇത് സെല് ചെയ്യാൻ പറ്റുന്നത് അത്രത്തോളം ഇന്റൻസ് ആയിട്ടുള്ള ഒരു ഫീലിംഗ്, അത് സെല് ചെയ്യാൻ അറിയുന്നവർ അത് യൂട്ടിലൈസ് ചെയ്യും. അത്രേ ഉള്ളൂ. ഈ വൈഷ്ണവിയുടെ ഒരു ചോദ്യമുണ്ട്, ഈ മരിച്ചുപോയവരോട് സംസാരിക്കാൻ പറ്റുമോ? പറ്റും. തിരിച്ചൊന്നും കേൾക്കില്ല. മരണപ്പെട്ടവരെ കാണിച്ചു കൊടുക്കുന്നതൊക്കെയോ കാണാൻ പറ്റും. അതെന്താണെന്നറിയോ, അവര് കാണിച്ചു കൊടുക്കുന്നത്, അവര് ഹെൽപ്പ് ചെയ്യുന്നത്. അത് ഹിപ്നോസിസിൽ ഒട്ടും ചെയ്തുകൂടാത്ത ഒരു അൺഎത്തിക്കലായിട്ടുള്ള ഒരു പരിപാടിയാണത്. നിങ്ങൾ തന്നെ നിങ്ങളെ മെനഞ്ഞെടുക്കുന്ന ഒരു കഥയാണത്. നിങ്ങൾ ഹിപ്നോട്ടൈസ്, നിങ്ങൾ ഉറങ്ങിയിട്ട് നിങ്ങളുടെ ഇമാജിനേഷനിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അത് എല്ലായിടത്തും വർക്കാവില്ല. നല്ല സജസ്റ്റബിൾ ആയിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളൊക്കെയാണ് അതിൽ സക്സീഡ് ആവുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെ ആ ലോക്ക് തുറന്നിട്ട് അപ്പുറം പോകണമെന്ന് അറിയാത്തതുകൊണ്ട് നമ്മൾ ആ റൂട്ടിലേ നിങ്ങളെ കൊണ്ടുപോകുന്നില്ല. അത് ചെയ്യുന്നവരെ കഴിവൊന്നുമല്ല, നിങ്ങളുടെ ഇമാജിനേഷൻ തന്നെയാണ്. അതുകൊണ്ടാണ് അത് ദ്രോഹമാകുന്നത്. നമുക്ക് എല്ലാവർക്കും അതൊരു പ്രിയപ്പെട്ട ഓർമ്മയാണ്, അങ്ങനെ ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നെങ്കിലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ കുറേ ദ്രോഹമുണ്ട്, കുറേ തെറ്റുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാം അതിനെതിരാണ്. ഞാനൊരു ഒന്ന് റീഅറേഞ്ച് ചെയ്യട്ടെ. നമുക്ക് കുഴപ്പമില്ല. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എന്നെ വിളിച്ചാൽ പറഞ്ഞിരുന്നു, ഞാൻ എക്സ്പെക്ടേഷൻ എന്താണെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞു മാജിക് കാണിക്കണം. ഞാനും
മാജിക്കും ഞാനത് പോസിറ്റീവായിട്ട് തന്നെ എടുത്തത്. കാരണം കുറേ വർഷം ഒരു സോഷ്യലൈസിങ് അല്ലാതെ ലൈഫ് സാക്രിഫൈസ് ചെയ്തതിന് അങ്ങനെ ഉണ്ടാക്കിയ കുറച്ച് സ്കിൽ സെറ്റ് ഉണ്ട്. ഇതുപോലെ അതെ, അതുപോലെ. പക്ഷെ അതൊന്നും എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അതിനൊരു വിഷമം എന്നാലും ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാവും, ഞാൻ തന്നെ എന്നെ തന്നെ കാണിച്ച് സാറ്റിസ്ഫൈ അല്ലേ, അങ്ങനെ ഒരു കാര്യം കാണിക്കാം. നിന്റെ ഇതെടുത്തേ, യാതൊരു എടുത്തേ, അതിൽ ഇതുണ്ട്, എൻ്റെ ഒരു ബിസിനസ് കാർഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബിസിനസ് ബിസിനസ് കാർഡില്ല. നീ മറ്റേ ഇവൻ IIM-ന്റെ ഒക്കെ കൺസൾട്ടന്റ് കോളേജസ് പുള്ളിയുടെ വിസിറ്റിംഗ് കാർഡ് അവരുടെ കയ്യിലായിരിക്കും. ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്നത് ഇല്ല, അങ്ങനത്തെ എന്തുവാടാ, ഞാൻ മറ്റേ കുത്തുന്നു. ഞാൻ മറ്റേ എടുക്കട്ടെ. സോ ദ ഐഡിയ ശരിക്കും ശ്രദ്ധിക്കണേ. സപ്ലൈ ചെയ്യണം, എക്സാമിൻ ചെയ്യൂ. എക്സാമിൻ ചെയ്തു. അതെല്ലാം ഒരേ കാർഡാണ്. ഒരേ കാർഡല്ല, അത് എളുപ്പ പരിപാടിയുണ്ട്. Yeah. I mean, 2 months there. 2 months of solitude. അല്ല ഡിഫറെന്റ് ആണെന്ന് ഷഫിൾ എന്താ പറഞ്ഞതല്ലേ, കുഴപ്പമില്ല, ചെയ്യുന്ന ഞാൻ കണ്ടു. ഇതുകൊണ്ട് ഞാൻ കാർഡ് കളിക്കുന്ന ആളല്ല, ഷഫിൾ ചെയ്യാൻ അറിയില്ല കറക്റ്റായിട്ട്. ഇത് മറ്റേ വൈരാജ ടൈപ്പാണല്ലോ അറിയാം. ഷഫിൾ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവണമെന്ന് അറിയാം. ഇങ്ങനെ അടിച്ചടിച്ച് ഇങ്ങനെ ചെയ്യില്ലേ. പട്ടിഷമാണോ? അതോ ഇല്ല, അതല്ല എഫക്റ്റ്. ഓക്കെ, സോ ദ ശരിക്കും പഠിച്ചോ. നിങ്ങളൊരു പെയർ ഓഫ് കാർഡ് നീ പറയും, നിങ്ങളൊരു പെയർ ഓഫ് കാർഡ് പറയും. അതൊരു പെയർ ഇൻ ദ സെൻസ് 10 of clubs വന്നിട്ട് 10 of spade ഒരു പെയർ അല്ലേ. 2 hearts വന്നിട്ട് 2 diamond ഒരു പെയർ. അത് ഈസി ടു റിമെമ്പർ ആവാൻ വേണ്ടിട്ടാ പറഞ്ഞോ. എനിക്ക് 2 diamonds മതി. 2 hearts 2 diamond അങ്ങനെയാണ് പെയർ. മനസ്സിലായോ? എടുത്തോ, എന്നിട്ടില്ലേ അപ്പൊ ഞാൻ കൊണ്ടുവന്ന കാർഡല്ലേ, സംശയം ഒന്നായി അല്ല ഹാർട്സിന്റെ പേരാ. ഓക്കെ, സൈൻ ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ്. അതിന്റെ ഫേസ് ഇല്ലേ, അത് ബാക്കപ്പ്. പിന്നെ എളുപ്പമായില്ലേ കണ്ടുപിടിക്കാൻ. ഇത് വളരെ എളുപ്പമായിരുന്നു തോന്നി എനിക്ക്. ഒപ്പിട് വലുതായിട്ട് ഈ രണ്ടിലും ഇടണം. രണ്ടിലും ഇട്ടോ. ഇതിൽ വേറെ ഇയാൾക്കും കൊടുക്ക്, നിങ്ങളും കിട്ടോ. അത് ഒപ്പിട് രണ്ടിലും. അതില്ലേ, അപ്പം ഇതുപോലത്തെ ഒരു കാർഡ് ഈ ലോകത്ത് ഇത് മാത്രമേ ഉള്ളൂ. അതെ അതെ അതെ. ഇനി ഇയാള് ഇത് നാഷണൽ ടിവിയിലൊക്കെ ഇന്റർവ്യൂ എടുക്കുമ്പോ ഞാൻ ഈ രീതിയിൽ ചെല്ലും. ഇല്ല ഒപ്പാ തോന്നുന്നു. വില ഒപ്പ. ഐഡിയ ശ്രദ്ധിക്കണം. മുച്ചിട്ട് പറഞ്ഞിട്ട് അറിയോ? ഉച്ചയിട്ട് കേട്ടിട്ടുണ്ട്. ഉച്ചിട്ട് പറഞ്ഞാൽ അറിയില്ല, ഒരു കളി ഉണ്ടായിരുന്നു വേണ്ട. കൈൻഡ് ഓഫ് സ്കാം ബട്ട് കൺസിഡർ ഒരു ആർട്ട് പോലെ. 3 കാർഡ് ഉണ്ടാവും. 3 കാർഡിൽ ഒരു ക്യൂ ഉണ്ടാവും. ഈ ക്യൂല് നിങ്ങൾ വെച്ച് വെക്കണം. മുച്ചിട്ട് ബഷീറിന്റെ അപ്പൊ ഇവര് ഇതിലെ 3 കാർഡ് ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ പറ്റുമ്പോൾ നമ്മൾ കണ്ടു എന്ന് തോന്നും, അവര് നമ്മളെ കണ്ടു തോന്നിക്കുന്നയാ. കയ്യിൽ നമ്മൾ വെച്ചോക്കും, നമ്മളെ പൈസ പോകും, അത് ആടി ഉണ്ടാവില്ല. ഞാനത് ആലോചിക്കുമ്പോൾ 3 കാർഡ് 2 കണ്ണും അതൊരു ഫെയർ അല്ലല്ലോ. സോ ഐ മേടിച്ചു 2 കാർഡ്. ഇതിനെക്കാളും ഫെയർ ആവാൻ പറ്റില്ല. അത് അങ്ങനെ ഒട്ടിച്ചു പിടിക്കണ്ട, ഇനി തന്നോളൂ. ഓക്കെ, അടുത്ത് തന്നോളൂ. ഇത് കുറച്ച് ഓക്കെ ശ്രദ്ധിക്കണേ. നിന്റെ അടുത്ത് ചെയ്യട്ടെ, എല്ലാം അങ്ങോട്ട് നല്ല നിന്റെ ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയ കുഴപ്പമില്ല. ഹോൾഡ് ഇറ്റ് ഹിയർ. ഈ റിങ് ഈ കയ്യിൽ പിടിച്ചോ. ഹോൾഡ് ഇറ്റ് ബിഹൈൻഡ്. ഓക്കെ, other hand. അത് പിടിക്കുക. ഓക്കെ, what I want you to do. Okay, take that 2 cards. Bring it there. കാശ് ഓർമ്മയുണ്ടോ? ഇങ്ങനെ പിടിക്കേ. What is this card? Okay. Just hearts of the diamond. അത് മാത്രം മതി. 2 ഓർക്കണ്ട, കാരണം 2 2 ആണല്ലോ. ഏത് കാർഡ് ഹോൾഡ് ചെയ്തിട്ട് ഒക്കെ ഒന്ന് നോക്കാം. ഞാൻ ആദ്യം കളി എന്താന്ന് പഠിപ്പിച്ചാലെന്നാ എന്നിട്ട് കളിക്കാം. റെഡിയല്ലേ? ഓക്കെ, ഐ ഹാവ് ദ ഹാർട്സ്. ലോവർ ഇറ്റ്, റിമെമ്പർ ദ ഹാർട്സ്. ഓക്കെ, ഞാൻ ഈ ഹാർട്സ് അതിലിട്ടിട്ട് ഡയമണ്ട് ഇതിൻ്റെ അടിച്ചു മാറ്റും. എങ്ങനെയാ ഞാൻ പഠിപ്പിച്ചുതരാം. ഓക്കെ, നോക്കരുത് ഞാൻ പറയാതെ, ലൂസായിട്ട് പിടിക്കും, ഞാൻ പഠിപ്പിച്ചുതരാം. ദിസ് ഇസ് വാട്ട് ഐ ആം ഗോയിങ് ടു ഡു. എളുപ്പമല്ലേ? ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇൻ റിയൽ ടൈം. സോ ഹോൾഡ് ഇറ്റ്. നോക്കാതെ മനസ്സിൽ ഉറപ്പിക്കുക എവിടെയാണ് ഹാർട്സ്, എവിടെയാണ് ഡയമണ്ട്. രജനീഷ് ചേട്ടാ, ഇത്ര ഷാർപ്പായിട്ടുള്ള കണ്ണാണ്, ശരിക്കും ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ കിട്ടില്ല.
ഇതിന്റെ കാര്യം മനസ്സിലായല്ലോ. ഏത് കടയാണ്? വീട്ടിൽ പോയിട്ട് എനിക്കൊരു മെയിൽ അയച്ചാൽ പറയേ ഏത് ഓക്കെ. ഞാൻ ഇത് അതിനകത്തിട്ടിട്ട് അത് നിന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റുന്നതാണ് ട്രിക്ക്. ഇല്ല പറ, കുറച്ചുകൂടി താഴ്ത്തി പിടിച്ചോ. ഞാൻ അടിച്ചു മാറ്റിയതാ. നോക്കി ജി സീ ദാറ്റ് ഹാപ്പൻ. നോക്ക് ഇപ്പൊ നോക്കിക്കോ. എവിടെയാണ് ഹാർട്സ് എവിടെയാണ് ഡയമണ്ട് എന്നുള്ളതിനാണ് ബെറ്റ് വെക്കേണ്ടത് ജിനീഷ് ചേട്ടാ, വിത്തൗട്ട് ലുക്കിംഗ്. എവിടെയാണ് കളി സംഭവിക്കുന്നത്. സോ വെർ ഈസ് ദ ഡയമണ്ട്, വെർ ഈസ് ദ ഹാർട്സ്? ലെനിൻ ചേട്ടൻ പറഞ്ഞോ. മുകളിലാണ് ഹാർട്ട്. ഓക്കെ. സോ ദ പക്ഷെ ഞാൻ രണ്ടാമത് മാറ്റിയില്ലേ. ഓക്കെ, മോളിലാണ്. ശരി ശരി ഓക്കെ ഓക്കെ. മോളില് ഇപ്പൊ താഴെ ഡയമണ്ട്, മുകളിൽ ഹാർട്സ് ലൈവ് വിൻ അല്ലേ? ഓർ യു വിൻ? അല്ല, ഞാൻ ആളുകളെയാണ് കൺഫ്യൂസ്ഡ് ആക്കുന്നത് കൂടി എന്റെ ചോദ്യമാണ്. ഞാനാ ജയിക്കുക. താഴെ ഡയമണ്ട് മുകളിൽ ഹാർട്ടും. ഞാൻ ഓൾറെഡി തോറ്റ്. വേറൊരു കോണ്ടെക്സ്റ്റ് തരാം. ഇപ്പൊ നിങ്ങൾ ഇതിൽ ജയിച്ചാല് യു ഗെറ്റ് 20,000 rupees now, right now. വേണമെങ്കിൽ മനസ്സിലാക്കിക്കോ. ഞാൻ ഒരു ക്ലൂ തരാം. ഞാൻ ഇത് 3 തവണ ഈ ഗെയിം ലാസ്റ്റ് ഒരു മാസം കൊണ്ട് കളിച്ചിരുന്നു. എല്ലാ തവണയും ഡയമണ്ട് ആയിരുന്നു മുകളിൽ. വേണമെങ്കിൽ മനസ്സിലാക്കിക്കോ, നിങ്ങളുടെ ഇഷ്ടം. ഞാൻ മേ ബി ഐ എം പ്ലേയിങ് റിവേഴ്സ് സൈക്കോളജി. എനിക്ക് നിങ്ങൾ മാറ്റുന്നില്ല എന്ന് ഉറപ്പുണ്ടാവുമായിരിക്കും. മുകളിൽ ഹാർട്ട്, താഴെ ഡയമണ്ട്. ഞാനെന്നാ പൊട്ടനാ? എന്തായാലും 20,000 എടുക്കാനില്ല. അത് കാണിക്കും. എല്ലാം പോയി. എനിക്ക് മാത്രമാണെങ്കിലും തോന്നുന്നു നിങ്ങൾക്ക് 20,000 ഇല്ല. 20,000 ഇല്ലാന്ന് വെറുതെ ഇല്ല. അല്ലല്ല, അങ്ങനെ സത്യമായിട്ടില്ല. ആരോ അതെങ്കിലും ഇതിലുണ്ട്. ആയിക്കോട്ടെ. ഓടാ എന്തായാലും സത്യമായിട്ടും പൈസ ഇല്ലാത്താണ്. അല്ലെ ആദ്യം പൈസ അത് വെച്ചിട്ട് ഞാൻ പറ്റി വെക്കാനാ. അത് ഞാൻ ഇടയിൽ ഒന്ന് അടിച്ചാണ്. Oh my god. അങ്ങനത്തെ സീൽഡ് ഓൺ മൂലം നമ്മുടെ മെന്റലിസ്റ്റുകാരുടെ ആഗോള വെപ്പണാണ് ഈ സാധനം. നോക്കണം, ഇതും സീൽഡാണ്. അത് പേഴ്സന്റെ ഉള്ളിൽ നിന്ന് സിബ് തുറന്നെടുത്തതാണ്. ഭയങ്കര പരിപാടിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. സഹൃദയ കലാശയിലെ മനോഹരമായി ആചാരങ്ങൾ. വേറെന്തോ പരിപാടിയാണ്. നിങ്ങളുടെ സമയം തന്നെയല്ലേ ഇത്? ഞാൻ എന്റെ കാര്യം ചെയ്യാൻ വേണ്ടി എത്ര സമയം എടുത്തിട്ടുണ്ടാവുന്നു? മൊത്തം എടുത്ത് നമ്മളൊരു 3 മിനിറ്റ് ഒക്കെ അല്ലേ എടുത്തത് മാക്സിമം. എത്ര 3 minutes 4 minutes ഇപ്പൊ എത്ര സമയം പറയും? എടാ ഇപ്പൊ എത്ര സമയം? വാച്ചിലെ ടൈം വാച്ചിൽ നോക്കിയാൽ മതി. ക്യാഷ് ആയിട്ട് തന്നെ വേണമെങ്കിൽ കുറച്ച് നേരം പിടിക്കാം. ഇത് ഏതോ ഒരു പിടിയും കിട്ടുന്നില്ല. കാരണം ഇത് ഇനി എന്തെങ്കിലും ഒളിപ്പിച്ച് സീൽ ചെയ്ത് വൻ പരിപാടി. ആദിയുടെ ഷോ ഇൻസോമിനിയെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ 2-3 ഷോ കണ്ടിട്ടുണ്ട്. അതിൽ എല്ലാ പോയിന്റിലും ടുവേർഡ്സ് എൻ്റെ ഒരു ക്ലൈമാക്സ് പ്രീലൂടെ എത്തുമ്പോൾ ചെയ്യുന്ന ഒരു ഇതാണ് ഇത്. മരിച്ച് വേർപെട്ട് പോയവരെ ഒന്ന് ഓർക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, ഈ സ്റ്റേജിൽ കയറിയവരും കരയാറുണ്ട്. ചിലപ്പോൾ ആദ്യം കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കാണാനിരിക്കുന്നവരും കരയാറുണ്ട്. ഏതോ ഒരു ഷോ ഇപ്പം ഈ കഴിഞ്ഞ ഷോ എറണാകുളത്ത് നടത്തിയപ്പോൾ റാൻഡമായിട്ടാണല്ലോ ആൾക്കാരെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്. റാൻഡമായിട്ട് ഇങ്ങനെ വളയും എറിഞ്ഞ് ലാസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കയറി വരാം. ഒരു ആൻറ്റി കയറി വന്നിട്ട് അവരിങ്ങനെ മരിച്ചു ഒരാളെ കുറിച്ച് ആലോചിക്കാൻ പറഞ്ഞിട്ട് ഓർത്തോർത്ത് അവരൊരു കരയുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞൊരു കാര്യം എനിക്ക് ഭയങ്കര ഷോക്ക്. ഇന്നും എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല, ഇനി കിട്ടാനും പോകുന്നില്ല. നല്ല വെള്ള കുപ്പായം കിട്ടിയിട്ടുള്ള ഒരാളെ, അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആയിരുന്നോ? അത് ഭയങ്കര ഒരു വൈൽഡ് ഗസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് ഫാദർ ജോൺ ഒരൊറ്റ കരച്ചിലായിരുന്നു. അതെങ്ങനെ ഗസ് ചെയ്യാനാകും? ഗസ്സല്ല, അത് ഗസ് അല്ലല്ലോ. സീരിയസ് ആണല്ലോ. പിന്നെ ചോദിക്കുന്നത് അങ്ങനെ പറ്റില്ല. അതെങ്ങനെ ചെയ്യാൻ അത് ചോദിക്കാൻ പറ്റില്ല. ഇതെല്ലാം മേക്ക് ബിലീഫ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതെ. പിന്നെ അത് നിങ്ങളത് എന്നിട്ടും ഞാൻ ഇത്രയും ഇത് അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ടും അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ആർട്ടിന്റെയോ കുറച്ചൊക്കെ ആർട്ടിസ്റ്റിന്റെ ഒക്കെ പക്ഷെ നല്ല ഓഡിയൻസ് ആണ്. നല്ല ഓഡിയൻസ് ആണല്ലേ അത് അങ്ങനെയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറെ പേരുണ്ട്. ഈ റീൽസിൽ ഇപ്പോൾ വരുന്ന കുറേ കാര്യങ്ങളിൽ ഇപ്പോൾ പെട്ടെന്ന് പോയിട്ട് അവർ ഇന്ന് കഴിച്ച ഭക്ഷണം കട്ടിയുള്ള ഭക്ഷണമാണോ എന്ന് ചോദിക്കുന്നു. അത് എന്ത് തരം ഫുഡാണെന്ന് പറയുന്നു.
അപ്പോൾ രാവിലെ ഒരു മോശം അനുഭവം ഉണ്ടായില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർ സമ്മതിക്കുന്നു. അതെങ്ങനെയാണ് സാധ്യമാവണേ? ഊള പരിപാടിയാണേ, നിർത്തിക്കോ. സി, നിങ്ങൾ നോക്കണം, ഒരു കാരണം ഉണ്ടാവണം. ഇപ്പോൾ ഒരു കാര്യം കാണിക്കുമ്പോൾ ശരി, മിറക്കിളാണല്ലോ നമുക്ക് വേണ്ടത്, അത് ഏറ്റവും സോ ഡയറക്റ്റ് ആക്കാന്നുള്ളതാണ്. പക്ഷേ ആസ് എൻ ആർട്ടിസ്റ്റ് ഇങ്ങനെ വിചാരിക്കൂ, ഇഫ് ഇറ്റ്സ് ടു സ്ട്രേറ്റ്, ഇഫ് എവറിത്തിങ് ഈസ് ഗോയിങ് 100% ഓഫ് ദ ടൈം, ഇറ്റ് ഗോട്ട് ബി ഫേക്ക് സംഭവം. അതെ. ഇറ്റ് ഇസ് ടു സ്ട്രേറ്റ്, ഞാൻ നമ്മളിങ്ങനെ നോക്കി ഇതാണ് വിചാരിച്ചു, ഗോട്ട് ബി ഫേക്ക്. ഞാൻ ഓൾറെഡി പറഞ്ഞത് മേക്ക് ബിലീഫാണ്, കള്ളത്തരത്തിൽ വഞ്ചന പാടില്ല. അത് നേരെ പറയണം. ഒന്നിക്കിൽ അവർക്ക് ഇൻഫർമേഷൻ നേരത്തെ കിട്ടണം, അല്ലെങ്കിൽ അതിന് കുറേ മെത്തേഡുകളുണ്ട്, എനിക്കെല്ലാം റിവീൽ ചെയ്യാൻ പറ്റും. പലതും ആവാം, അങ്ങനെയല്ല. സി, പക്ഷേ പിന്നെ അറ്റ്ലീസ്റ്റ് യു കോണ്ടെക്സ്റ്റിനപ്പുറത്താണ്. പ്ലീസ് മൈ അഡ്വൈസ്. സോ നമ്മളൊക്കെ ഒരുമിച്ച് ഉണ്ടാവേണ്ട ആളുകളാണ്. ഒരു ചെറിയൊരു കുറച്ച് പേര് മാത്രമുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ അത് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ആർട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഞാൻ എന്തെങ്കിലും ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് എതിരായിട്ട് അങ്ങനെയൊന്നും തോന്നിക്കൂടാ. ജെന്യുവൻലി പറയാണ്, do whatever it takes to please them. Give them one more reason to smile. ഇതൊക്കെ ചെയ്യൂ. പക്ഷേ ഇങ്ങനെ ഒരു എഫക്റ്റ് ചെയ്യുമ്പോൾ don't make it too straight. Give them enough reason to doubt it. Spice it up a little bit. ഒരു കോണ്ടെക്സ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ട്, അങ്ങനെയല്ലേ? അല്ലാതെ you got the message. ഓടിപ്പോയിട്ട് ക്യാമറ ആയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, പോസിബിൾ അല്ല. പോസിബിൾ ആണെന്ന് വെച്ചാൽ അജാതി ഒബ്സർവേഷൻ സ്കിൽ ഉണ്ടാവണം. പിന്നെ ഡിറ്റക്റ്റീവ് റീസൺ ഞാൻ പറയലുണ്ട് എപ്പോഴും. ഞാൻ കണ്ട അറിഞ്ഞ ഏറ്റവും വലിയ മെന്റലിസ്റ്റ് ഷെർലക് ഹോംസ് ആണ്. അദ്ദേഹം അത് മെന്റലിസ്റ്റ് എന്നുള്ളതൊന്നും ക്ലെയിം ചെയ്തില്ല ആ സമയത്ത്. ആ ടേം ഇല്ല. പക്ഷെ ഒരു ട്രിക്ക്, അതിൽ ട്രിക്ക് ഉണ്ടോ ചോദിച്ചാൽ ട്രിക്ക് ഇല്ലല്ലോ. ഹി ഒബ്സർവ്സ് യു ലൈക്ക് എവറി സിംഗിൾ തിങ്. എന്താണ് അവിടെ ഷൂന് മണ്ണ് പറ്റില്ല, എവറിത്തിങ്. ഇത് ഇൻഫർമേഷൻ, അദ്ദേഹത്തിനുള്ള നോളജ്, ഇൻഫർമേഷനുമായിട്ട് ഒരു ഡിറ്റക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നൊരു സ്കില്ല്, നിഗമന അപഗ്രഥന ശാസ്ത്രം, അതിലൂടെ പോയിട്ട് അതൊരു വലിയ പ്രോസസ്സ് ഉണ്ട്. അങ്ങനെയൊക്കെ കിട്ടുന്നതിന് നിങ്ങൾ ഇന്നലെ മറ്റേ മീൻകറി രാത്രി കഴിച്ചില്ലേ എന്ന് അറിയണമെങ്കിൽ കൈ മണത്ത് നോക്കേണ്ടിയൊക്കെ വരും. അത് നിങ്ങൾ ഹൈജീനിക് അല്ല എന്നുള്ളൊരു അർത്ഥം കൂടിയുണ്ട്. അപ്പോൾ അല്ല, അങ്ങനെ കുറേ കാര്യം, അത് ഇതൊരു മര്യാദ വേണ്ടേ, അങ്ങനെ പറ്റില്ല. പക്ഷേ അത് ഈ ഷെർലക് ഹോംസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കുക, ഈ ഷെർലു എന്ന വിളിപ്പേര് അന്ന് അത്ര സുഖിച്ചില്ല. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് ഷെർലക് എന്ന് വെച്ചാൽ ഞാൻ ആടി മതി മറന്നേനെ, അത്ര ഒബ്സഷൻ ആണല്ലോ. പക്ഷേ പിന്നെ ഷെർലു എന്നാണ് ചെർലു ആക്കി കളഞ്ഞു. ചെർലു ആണ് ചെർലു. പക്ഷേ അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ഇവിടെ എന്നൊക്കെ തോന്നി വരണമല്ല നല്ലത്. കാസർഗോഡല്ലേ, എല്ലാത്തിനും ഒന്നിന് വേറൊരു ഷോർട്ട് കട്ടില്ലേ എന്ന് അവർ പറയാൻ നോക്കി. അവൻ ഷെർലു 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 എന്നൊക്കെ ആവുന്നുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഒരു രസം ഉണ്ടായിട്ട് പിന്നെ ഞാൻ മൈൻഡ് ചെയ്യാതാകുമ്പോൾ അവർ വിളി നിർത്തി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റിഗേഷനിലൊക്കെ ചില ഇൻകോപ്പറേറ്റ് ചെയ്യാൻ കഴിയുമ്പോൾ, അവരെ സഹായിക്കുമ്പോഴൊക്കെ നമ്മളവിടെ ചെന്നിറങ്ങുന്ന അത് കഴിഞ്ഞിട്ട് അവരെ സഹായിച്ചു എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ചില അവസരങ്ങൾ നമുക്ക് തോന്നിയ ഒരു പ്രൗഡില്ലേ, അപ്പൊ ശരിക്കും ഒരു ഷെർലക് ഹോംസ് ആയിട്ട് തോന്നിയോ മനസ്സിനകത്ത്? പിന്നെ ഞാൻ പോയി ഇറങ്ങുമ്പോൾ എല്ലാവരും നമുക്ക് അറിയാലോ. അപ്പം ഞാൻ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ എൻ്റെ മനസ്സിൽ ഞാൻ തന്നെ അല്ലേ ശരിക്കും തമാശല്ല അത് ചെയ്യും, അങ്ങനെയല്ലേ. തിരിച്ചു വരുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് വെച്ചാൽ എനിക്കത് എപ്പോഴും ഒരു പേടിച്ചിട്ടാണ് ഞാൻ ചെയ്തിനി. പേടിച്ചിട്ട് തന്നെ വേറെ ഒന്നും കൊണ്ടല്ല, ഇത് വലിയൊരു ഉത്തരവാദിത്തമാണ്. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ കുറച്ച് കേസുകളാണ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് എനിക്കത് ഉറപ്പ് വരുത്തണം, ഈ മെന്റലിസ്റ്റ് എന്ന് പറഞ്ഞ ടാഗ് ഇല്ലത് കൊണ്ടല്ല അവരെന്നെ വിളിക്കുന്നതെന്ന് എനിക്ക് ഉറപ്പ് വരുത്തണം. അത് പറ്റില്ല. ഈ ഒരാളെ മുഖത്തേക്ക് ചെല്ലം മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് വിശ്വസിച്ചിട്ട് വിളിക്കുന്നവരുണ്ടാവും ചില. അത് തെറ്റ്, അങ്ങനെ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്കിൽ സെറ്റ് ഉപയോഗിക്കാൻ പറ്റിയ സ്റ്റേജിൽ അത് നന്നായി വരുമ്പോൾ സന്തോഷം തന്നെയാണ്. അല്ലാത്ത കേസുകളൊന്നും ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഭയങ്കര പേടി, അതെന്ന് വെച്ചാൽ വേറെ ആളുകളുടെ ലൈഫ് ഡിപ്പെൻഡഡ് ആണ് ഈ കാര്യത്തിൽ. പിന്നെ ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ ഇത് പറയാമോ എന്നറിയില്ല, ഇതെല്ലാം കുറേ സോഷ്യൽ മീഡിയ ബാഷിങ് വരെ ഞാൻ ഇപ്പോൾ കുറച്ച് അതിൽ കോൺഷ്യസ് ആണ്. അപ്പം എല്ലാവരും എല്ലാ തെറ്റും ചെയ്യുന്ന നമുക്ക് അതിൻ്റെ കാരണങ്ങളോ കഥയൊന്നും അറിയില്ല. പെട്ടുപോയവരുണ്ടാവും, അറിയില്ലല്ലോ. അത് ചെയ്യാൻ നന്നായി അറിയുന്ന നല്ല ബ്രില്യൻറ്റ് കുറേ ഓഫീസേഴ്സിനെ നമുക്കറിയാം. പിന്നെ ഒരുപാട് സമയം കൺസ്യൂമിങ് ആണെന്നുള്ളൊരു കാരണം കൊണ്ടാണ് നമ്മളതിൽ ഇടപെടാത്തത്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ചില ഓഫീസേഴ്സൊക്കെ ഈ ആദിക്കുള്ള കഴിവുകൾ, ആദ്യം കുറെ ആർജിച്ചെടുത്ത കഴിവുകൾ അതുണ്ടാവും. പക്ഷെ അവർ ഈ ഇൻവെസ്റ്റിഗേഷനിൽ നിന്ന് അവർക്ക് ചില കഴിവുകൾ അത് കാണുമ്പോൾ ആദിക്ക് എന്താ ഒരു ഭയങ്കര. ഞാൻ അത് പറഞ്ഞു, ഞാൻ ലേറ്റ്ലി ഞാൻ ലാസ്റ്റ് ചെയ്തൊരു കേസ്, അദ്ദേഹം ഇപ്പം എൻ്റെ നല്ല കൂട്ടുകാരനാണ്. അന്ന് CI സുനിൽകുമാർ, ഇന്ന് അദ്ദേഹം DSP റാങ്കിലുണ്ട്. അവസാനം ചെയ്തൊരു കേസിൽ അങ്ങനെ ഒരു കഥയുണ്ട്. കഥ ഈസ് കൻ ബി ലോങ്, പക്ഷെ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ചില ഓഫീസേഴ്സ് നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് അവരുടെ മെത്തേഡാണത്. ഒരു ഭയങ്കര നമുക്ക് പിന്നെ നമ്മളൊരു ഒരുമിച്ച് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സർക്കിളിൽ നിന്നിട്ടാണ് അവർ ഷെയർ ചെയ്യുന്നുണ്ടാകുമ്പോൾ സോ പ്രൗഡ്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, അങ്ങനെ കുറേ ഓഫീസേഴ്സിനെ കാണുമ്പോൾ പറയുമ്പോൾ ഡെഫിനറ്റ്ലി അദ്ദേഹത്തിന് എനിക്ക് മനസ്സിലുണ്ടായിരുന്നു. നമ്മൾ തലവൻ്റെ
ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇദ്ദേഹത്തിനെ പറഞ്ഞ ഓർമ്മയുണ്ട? നമ്മൾ എന്നിട്ട് അങ്ങോട്ട് കാഞ്ഞങ്ങാട് ആ പോകാൻ തരുമോ? യെസ് 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 യെസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻസ്പിറേഷൻ ആണ് ഡെഫിനറ്റ്ലി നമ്മൾ ഇതൊരു ആഗ്രഹം കൊണ്ടല്ലേ പോകുന്നത്. അല്ലാതെ ഇതാ ഞാൻ എവിടുന്നോ വന്നു ഇനി ഞാൻ പറയുന്നൊക്കെ അതല്ല. നമുക്ക് ഇവിടെ എന്ത് പഠിക്കാൻ പറ്റുന്ന നമ്മൾ ആലോചിക്കുന്നത്. ഞാൻ അധികം സമയം സംസാരിക്കും, ഞാൻ എല്ലാവരും കേട്ടിരിക്കുക. ഫുൾ ടൈം നമ്മളിങ്ങനെ ഇവരുടെ പറയുക അതൊന്നുമല്ല. നമ്മൾ ഇവര് കാര്യങ്ങളൊക്കെ കേട്ട് ആ യാത്രയിൽ നമ്മളുണ്ട്. ചില സമയം ഉണ്ടോ ഇങ്ങനെ ആലോചിക്കരുതോ, അല്ലെങ്കിൽ അതിലെന്തോ ഒരു തോന്നില്ല, ഇങ്ങനെയൊക്കെയാണ്. ഇതൊരു ഒരുമിച്ചുള്ളൊരു പ്രോഗ്രസ് അല്ലേ. ആദ്യം ഇങ്ങനെ ആൾക്കാരുടെ ഒരു മനസ്സ് ഇങ്ങനെ മനസ്സിലാക്കുക, ചില കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യുക. അപ്പം ഹൈ എവിടെയാണെന്ന് എനിക്കറിഞ്ഞൂടാ. കയ്യടി ഒരു ഹൈ ആയിരിക്കാം. ഇപ്പോൾ ചില കഥകളൊക്കെ ആദ്യം പണ്ട് കേട്ടിട്ടുള്ള കഥകളൊക്കെ ഇപ്പോൾ അത് ഷോ ആക്കാൻ പറ്റുമെന്ന് ആദ്യം ചിന്തിക്കും. അതെ. പക്ഷെ അത് ആക്കാൻ പറ്റില്ല എന്ന് ആദ്യം തോന്നും. പക്ഷെ ഇത് ആക്കാൻ പറ്റുന്നൊരു സ്റ്റേജിലെത്തും. ചിന്തിച്ച് വർക്ക് ചെയ്ത് ആ സമയത്ത് ഫോൺ പോലും ചിലപ്പോൾ ആദ്യം ഓഫ് ചെയ്ത് വെക്കും. അതെ. എന്നാൽ അങ്ങനെ ഒരു മാനസത്തിലേക്ക് പോകും. പക്ഷെ അതിലെവിടെയാണ് അത്തരം ഹൈ ആദ്യം കിട്ടുന്നത്? എവിടെ എത്തിക്കുമ്പോഴാണോ അതേ തോട്ട് ഇങ്ങനെ വർക്ക് ചെയ്ത് പോവാമെന്ന് ചിന്തിക്കുമ്പോഴാണ് എപ്പോഴാണ് ആ ഒരു ഹൈ കിട്ടുക? ഇവൻച്വലി ഈ ഹൈ കിട്ടുന്ന ഫ്രീക്വൻസി കുറയാൻ തുടങ്ങും. കാരണം അത് നമ്മൾ ഭയങ്കര യൂസ്ഡ് ആയില്ലേ. എക്സൈറ്റ്മെന്റിന് ഒരു തിയറി ഉണ്ടെന്ന്. ഒരു അനുഭവം കൊണ്ട് എക്സ്പാൻഡ് ആയ ഒരു മനസ്സിന്, ഒരു എക്സ്പീരിയൻസ് കൊണ്ട് എക്സ്പാൻഡ് ആയ ഒരു മനസ്സിന് അതിൻ്റെ പഴയ ഡയമെൻഷനിലോട്ട് ചുരുങ്ങി പോകാൻ വേണ്ടി പറ്റില്ല. ഒന്നുകിൽ അവിടെ തന്നെ സ്റ്റാഗ്നൻ്റ് ആയി സസ്റ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ അതിനേക്കാളും വലിയൊരു എക്സ്പീരിയൻസ് വരുമ്പോൾ അവിടെ നിന്നും മുകളിലോട്ട് പോകാം. താഴോട്ട് പോകാൻ പറ്റില്ല. ഈ തിയറി നിങ്ങൾക്ക് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. ഇപ്പോൾ 10ാം നിലയിൽ നിന്ന് ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റണ്ട്മാനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം വന്നിട്ട് 3ാം നിലയിൽ നിന്ന് ചാടാൻ പറഞ്ഞാൽ അയാൾക്കത് കോമഡിയാണ്. അയാൾ എക്സൈറ്റ് ചെയ്യിക്കാൻ അതിന് മുകളിലുള്ള കാര്യങ്ങളാണ്. നമ്മുടെ എക്സൈറ്റ്മെൻറ്റ്, നമ്മുടെ ഫിയർ, നമ്മുടെ ഹൈ എല്ലാം ഹാപ്പിനെസ് അടക്കം ഇതിലാണ്. ഇനി അങ്ങനെ നിങ്ങളൊരു ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻറ്റിലാണ് നിൽക്കുന്നതായിരിക്കാം. കുറച്ച് നാൾ അതേ ഇതിൽ പോയി കഴിഞ്ഞാൽ സ്റ്റാഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ ബോറടിക്കാൻ തുടങ്ങുന്നു, വിരക്തി വരാൻ തുടങ്ങും. സോ ദ വേവ് ഹാവ് ടു ബി അപ്പ് ആൻഡ് ഡൗൺ. നിങ്ങൾ എവിടെ ഈ തിയറി അപ്ലൈ ചെയ്ത് നോക്കും. നമ്മുടെ ഫിയർ ഇങ്ങനെയാണ്. ഒരു സമയത്ത് ഞാൻ ആലോചിച്ച് ഇത് എഴുതുന്ന സമയത്ത് ഇത് ഫിനാൻഷ്യൽ അവസ്ഥയായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന്. നമുക്കൊരു 50,000 രൂപ കിട്ടി ജീവിച്ചുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് 1.5 ലക്ഷത്തിലേക്ക് അങ്ങനെ ഒരു ഹൈ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അയാൾക്ക് ഓർക്കാനും പോലും പറ്റില്ല പണ്ട് ഞാൻ എങ്ങനെയായിരുന്നു ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. യു ആർ അഡാപ്റ്റഡ് ടു ദാറ്റ് ഐഡിയ. പിന്നെ അവിടുന്ന് എക്സ്പാൻഡ് ആവാനേ പറ്റുള്ളൂ എന്നാണ്. സോ വെൻ ഇറ്റ് കംസ് ടു ഹൈ, ഇത് തന്നെയല്ലേ ലൈഫ്. അപ്പോൾ ഇവൻച്വലി അതിൻ്റെ ഫ്രീക്വൻസി കുറയാൻ തുടങ്ങി. ഭാഗ്യത്തിന് അതൊരു അബദ്ധമാവുന്നില്ല എന്ന് മനസ്സിലാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആക്കുന്നത്. ആ ലെവലിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് വലിയ നിങ്ങൾ സേഫ് ആണെന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ എന്താ അറിയോ, അറിയാതെ ഒരു അഹങ്കാരം വരാൻ തുടങ്ങുമോ, ഇതൊക്കെ എന്തെന്നുള്ള സാധനം വരാൻ തുടങ്ങും. അത് വന്നു. ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് എപ്പോഴും പേടി, ആ ഒരു ഇൻസെക്യൂരിറ്റി എല്ലാം ഉണ്ട്. വിച്ച് ഈസ് അവിടെ എന്തോ ഇമ്പ്രൂവ് ആകാനുള്ള സാധ്യതയുണ്ട്. അതില്ലാത്ത ദിവസം പേടിക്കണം. നിങ്ങൾക്ക് എന്താ നമുക്ക് എന്താന്ന് അറിയില്ലോ എന്നൊക്കെ വിചാരിച്ച. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ പാരലലി ഈ പറഞ്ഞ മഞ്ഞ്, മഴ, ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആക്കാൻ തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം, ഐ മീൻ സേഫ്സ് ഓൺ ഹൈ ഡെഫിനറ്റ്ലി യെസ്. ആ ഒരു സ്റ്റാൻഡിങ് ഓവേഷനൊക്കെ ഇല്ലേ. അപ്പോൾ ഷോ കാണുമ്പോൾ നിങ്ങൾക്ക് സാധാരണ ഷോ കാണാം. യു ഡോണ്ട് നീഡ് ടു ബി ലൈക്ക് ഭയങ്കര എഡ്യൂക്കേഷണലി അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ അങ്ങനെ ഒന്നുമില്ല. ആർക്കും ഷോ എൻജോയ് ചെയ്യാം. പക്ഷെ പല ലെയറിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അങ്ങനെ ഒരു ഇൻ്റലക്ച്വൽ സ്പേസിന് അവർക്കും എൻജോയ് ചെയ്യാനുള്ളതും ഇതിലുണ്ട്. ദ മോർ ഇൻ്റലക്ച്വൽ യു ആർ ബെറ്റർ ദ ഷോ ഈസ് എന്നുള്ളത് തോട്ടിലാണ് നമ്മളിത് ഡിസൈൻ ചെയ്യുന്നത്. പക്ഷെ അപ്പോഴും ഈ ഡയറക്ടേഴ്സ് ബ്രില്യൻസ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചെറിയ ചില സാറ്റലൈറ്റീസ് ഉണ്ടാവും. ഇത് എന്തിനാണ് ഞാനപ്പോൾ എൻ്റെ ഇങ്ങനെ ഈ ഓരോന്നും സ്പോണ്ടേനിയസ് ആയിട്ടാണെങ്കിലും ചിലത് കാൽക്കുലേറ്റഡ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് ഓക്കെ അത് നോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടോ. അവർ വന്നിട്ട് പറയും, നിങ്ങൾ ആ സമയത്ത് അങ്ങനെ ഒന്നും നോക്കിയില്ലേ, അത് ഇങ്ങനെ അവിടെ ഒരു ഹൈ ഉണ്ട്, എൻ്റെ ഇത് കിട്ടിയല്ലേ. ഇത് വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാരാണ് വന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്. എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാണ്. അങ്ങനെ വന്നിട്ട് സംസാരിക്കാൻ അവരൊന്നും ഞാൻ ലൈഫിൽ മറന്നിട്ടുണ്ടെന്നല്ല വിട്ടു കളഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ദ ലെസൺ ദേ കൻ ഗിവ് അതൊരു 6 മാസത്തെ എക്സ്പീരിയൻസ്. എൻ്റെ കുറച്ച് കോയിൻ എടുക്കാൻ പറഞ്ഞിരുന്നു, കയ്യിലിരിപ്പുണ്ട്. അതൊരു എഫക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യിലുണ്ടോ? നിങ്ങളുടെ കോയിൻസ് ഉണ്ടോ? കോയിൻസ് അല്ലേ, അത് വന്നിട്ട് അത് ഇത് കൊടുക്ക്. സൈൻ ഓൺ ഇറ്റ്. സൈൻ നിർബന്ധം അല്ലേ? അത് അങ്ങനെയല്ല, എന്തറിയോ, സ്ലൈറ്റ് ഓഫ് ഹാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വി കൻ സ്വിച്ച് ഭയങ്കര ഫാസ്റ്റ്. നിങ്ങൾ കാണില്ല, നേരത്തെ റിംഗ് ഇട്ടൊക്കെ കണ്ടില്ലേ. അപ്പം അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗത്ത് അങ്ങനെയൊന്നും രണ്ടും ആദ്യം ചെയ്തോ. ഏത് ഭാഗത്ത് ചെയ്താലും മറ്റേ പേരുകൾ ആദ്യം പറയും. പിന്നെ കോയിൻ വിഴുങ്ങുന്നത്. ഓക്കെ ഓക്കെ മനസ്സിലായി. ചെയ്തു. അതെന്തിനാ ഒളിപ്പിച്ചു? ഒളിപ്പിക്കണമെന്നില്ല. അല്ല, ബ്ലോ ഓൺ ഇറ്റ്, മേക്ക് ഷുവർ ഇത് ഡ്രൈ ആയി ഉറപ്പിക്കുന്നു. എങ്ങനെ ഊതിയോ
നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ പറ്റുള്ളൂ. അടുപ്പ് നോക്കാം. അതെ, ക്ലോസ് ഇറ്റ്. പ്രസാദമൊക്കെ പിടിക്കുന്ന പോലെയാണ് മതി. മെറ്റലുണ്ടല്ലേ കയ്യിൽ. ഇത് മാറ്റി വെച്ചോ, റിങ് പ്രശ്നമാക്കണ്ട. ശരിക്കും ശ്രദ്ധിക്കണേ. കുറച്ച് ലൂസായിട്ട് പിടിക്കുക. ഓക്കെ, ലൂസായിട്ട് പിടിക്കാം. എന്നിട്ട് ഇത് നോക്ക്. ഒരു ഇല്യൂഷൻ പോലെ തോന്നും. ശ്രദ്ധിക്കണേ. ഹൗ ഡു യു ഫീൽ? ഒഴുകണ പോലെ അങ്ങനെ തോന്നുന്നു അല്ലേ? കുറച്ചുകൂടെ ഫ്ലെക്സിബിളായി വരുന്ന പോലെ തോന്നുന്നു. അങ്ങനെ തോന്നുന്ന സമയത്ത് കൈ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ ഐ റിയലി വാണ്ടഡ് ടു ഫോക്കസ് ഓൺ ദ കോയിൻ. അതേസമയം ഇത് കണ്ടോണ്ട്, ഇത് കണ്ടാൽ മതി, ഇതിൽ ഫോക്കസ് ചെയ്യണ്ട, അതിൽ ഫോക്കസ് ചെയ്യാം. ഓക്കെ, ടേക്ക് എ ബ്രെത്ത്, ഫോക്കസ്. അതിങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കാം. അറ്റ് ദ സെയിം ടൈം വാച്ച് ദിസ്. അത് അബ്സേർഡായ രീതിയിൽ നിങ്ങളുടെ കണ്ണിന് മനസ്സിലാവുന്ന സമയം കുറച്ചുകൂടെ ടൈറ്റാക്കി കൊണ്ടുവരാം. ചെറുതായൊരു ഹീറ്റായ പോലെ കൈ ഇങ്ങനെ തോന്നുന്ന സമയത്ത് that was an optical illusion though. That was an optical illusion. ഡിഫറെന്റ്. ഓപ്പൺ ചെയ്യട്ടെ. കയ്യൊക്കെ വേർത്തു. ഇതായിരിക്കും സാധാരണ മാജിക് സംഭവിക്കുമ്പം ഇറ്റ് ഡസൻറ്റ് ലീവ് എനി പ്രൂഫ്. ഇറ്റ് ഹാപ്പൻസ്. അത് വന്നിങ്ങനെ പോകും. ദാറ്റ്സ് an existing dilemma to keep. അല്ലേ? അത് കൊണ്ടുപോയിക്കോ. ഇന്നലെ ശക്തി ഉണ്ടായിരുന്നല്ലേ, ആരും പറഞ്ഞില്ല. അതിലൊരു കാര്യം കൂടെ, ഈ പോകുമ്പോൾ ഒരു 3 മാസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടോ വായിക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ ഫോൺ ഓഫ് ചെയ്ത് വെച്ചോ എന്ന് കരുത്. ഞാനും അത് ഡൗൺ ആകുമ്പോഴാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഒന്ന് തിരിച്ചു വരണ്ടേ? അപ്പൊ എന്താ ചെയ്യണേ? ആദ്യം അത് എൻജോയ് ചെയ്ത് തൊലഞ്ഞാളെ. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കും, പാട്ടൊക്കെ പാടുക. അപ്പൊ പിന്നെ ഇവർക്കെല്ലാം അറിയാം. അപ്പൊ എന്നെ അധികം ഒറ്റക്ക് വിടുന്ന ഇപ്പൊ അങ്ങനെ അറിയാം. അയാളത് ആലോചിച്ച് പേടിക്കുന്നുണ്ടോ? അപ്പൊ അവര് ഈ ഫ്രണ്ട്സ് തമ്മിലുള്ള കോൺവെർസേഷൻ ആദ്യം എടുത്ത് അവൻ ഓക്കെയാണോ, എന്താണ് സീൻ, ഇതൊക്കെ അവര് തമ്മിൽ എൻ്റെ അടുത്തേക്ക് അധികം എത്തിക്കൂല. അതെ, ഇപ്പൊ നമുക്ക് കുറേ വർഷമായില്ലേ. അപ്പൊ അങ്ങനെ ഒരു മുറിച്ചിങ് വരുമ്പോൾ ഒരു 2 ആഴ്ച വരൊന്നും അവർക്ക് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ എല്ലാവർക്കും അറിയാം. പിന്നെ ഞാൻ തന്നെ അതൊന്നും മാറും. കാരണം എനിക്ക് കുറച്ച് സമയം എന്തെങ്കിലും ചെയ്തോ, സിനിമ കണ്ടോട്ടെ, നമ്മൾ എന്തെങ്കിലും ആയിക്കോട്ടെ, എവിടെയെങ്കിലും ഒരു അരമണിക്കൂറിൽ അല്ലെങ്കിൽ 1 മണിക്കൂർ ഒരിക്കലെങ്കിലും സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്ക് ടെൻഷനാവും. ചിലപ്പോൾ ചെയ്തു വെച്ച കാര്യമായിരിക്കും ഓർക്കുന്നത്. അല്ലെങ്കിൽ ഒരു പാട്ട് ഇതെങ്ങനെ ഉപയോഗിക്കും. ഈ ഒരു തോട്ട് ഒബ്സസീവ് ഒരു പ്രശ്നമാണെന്ന് എനിക്കറിയാം. പക്ഷേ അതില്ലെങ്കിൽ എനിക്ക് പേടിയാൻ തുടങ്ങും. ഞാൻ വെറുതെ സമയം കുറേ കളയാണോ, ഞാനിതൊന്നും ചെയ്തിട്ടില്ല, ഞാൻ 2 ആഴ്ച വെറുതെ പോയി, അല്ലെങ്കിൽ ഇതെന്തെങ്കിലും ചെയ്യേണ്ട ഒരു സമയമാണ്, ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് ഇനി തിരിച്ചു വരാൻ പറ്റില്ല, അല്ലെങ്കിൽ കുറേ ഫിയറും ഉണ്ടാവുമല്ലോ. ഫൈനലി എനിക്കറിയാം ഇത്രയും സമയം പോയി, ഇനി ഇത് തിരിച്ചു പിടിക്കണമെങ്കിൽ ഞാൻ അത്ര സ്പീഡിൽ ഓടണം. സോ ഐ സംഹൗ മേക്ക് ഇറ്റ് പ്രൊഡക്റ്റീവ്. ഇതിന് ഞാൻ പെയിൻ ക്യാൻ ബി റിയലി പ്രൊഡക്റ്റീവ് എന്ന് മുമ്പ് അത് ആ തിയറി ഇതെന്ന് അനുഭവത്തിന് കിട്ടിയതാണ്. അത് പ്രൊഡക്റ്റീവായിട്ട് തന്നെ വന്നിട്ടില്ല. ആ സ്റ്റേജിൽ ഐ വാസ് ലൈക്ക് യുറേക്ക മൊമെന്റ്. പിന്നെ എല്ലാം പടപടെ അത് ഈ 2 ആഴ്ച പോയത് ഇനിയിപ്പം തിരിച്ചു പിടിക്കേണ്ട 2 ദിവസത്തിനുള്ളൂ. അപ്പൊ ഇവരൊക്കെ പാനിക്കാവും, ഇന്ന് ഈ സ്ലോ ഡൗൺ ലൈക്ക് എന്ത്. ഈ ഇൻസോംനിയ എന്ന പേര് ശരിക്കും ആദിയുടെ ഉറക്കം നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടാക്കിയ പേരാണോ? ആണ്. പക്ഷേ ഈ പേരിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ആ ഷോ കാണുന്ന സമയത്ത് നമ്മൾ വട്ടായി പോവും. നമ്മൾ ഉറക്കം നഷ്ടപ്പെടുന്നില്ല. പക്ഷെ അവിടെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ അതിയുടെ ഷോ കാണുന്ന സമയത്ത് ഞാൻ ഓരോ സ്ഥലത്തും ഞാൻ ഇനിയിപ്പോൾ കഴിഞ്ഞാണോ എന്ന് വിചാരിക്കും. അപ്പോൾ അടുത്ത സാധനം വരുമല്ലോ, അടുത്ത സാധനം അതിനെ വെല്ലും. അപ്പോൾ ഞാൻ ചോദിക്കണമെന്ന് അന്നും ചോദിച്ചതാ, ഇതെങ്ങനെ സാധിക്കുന്നു? അത് ശരിക്കും എക്സാജറേഷൻ ഇല്ലാതെ ചോദിക്കുന്നതാണ്. അത്രയും എൻ്റെ തലക്കകത്തൊന്നും താങ്ങൂല. ഇത്രയും ബുദ്ധിയാണ് ഈ തലക്ക്. ഇതിൽ മേജർ സ്കെപ്റ്റിക് ഇദ്ദേഹം പറയുമ്പോൾ എനിക്കത് ഭയങ്കര, നിങ്ങളുടെ ടെസ്റ്റിമോണിയിൽ ഞാൻ കുറേ പേർക്ക് പേഴ്സണലി അയച്ചു കൊടുത്തിട്ട് താങ്ക് യു അങ്ങനെ പറയാൻ പറ്റും. അല്ല, അതാ പറയുന്നത്, ഇത് കുറേ ലെയറിലും ഡയമെൻഷനിലും ഈ ഷോ കാണാം. ഇതൊക്കെ പഠിച്ചെടുക്കാൻ എത്ര വർഷം എടുക്കുക? എൻറ്റയർ ലൈഫ് അബൌട്ട് ദാറ്റ്. കാരണം ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ പഠിച്ചു, അതിനെടുക്കുക അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പക്ഷേ പിന്നെ എൻ്റെ ഫസ്റ്റ് ജോലി തന്നെ, ജോലി എന്നല്ല, ഫാഷനും ജോലി എല്ലാം ഇതന്നെയല്ലേ, ഞാനത് തന്നെ കണ്ടിന്യൂ ചെയ്തിട്ടില്ല. അക്കാഡമിക്കലി പറയൂ, അമേരിക്കയിൽ പോയിട്ടാണോ ശരിക്കും ഈ പഠിത്തം? അല്ല, അവിടെ പെർഫോം ചെയ്യാനല്ലേ പോകുന്നത്. അപ്പോൾ എനിക്ക് ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവണ്ടേ. പക്ഷെ അവിടെ പോയതിന് ശേഷമാണ് കുറേ ഇമ്പ്രൂവ് ചെയ്യാനും അറിയാത്ത കാര്യങ്ങളെല്ലാം പഠിക്കാനും കുറേ പേരെ മീറ്റ് ചെയ്യാനും ട്രാവൽ ചെയ്യാനും അങ്ങനെയെല്ലാം പറ്റിയത്. ഡെഫിനറ്റ്ലി ആ സമയത്ത് സിഗ്നിഫിക്കൻ്റ് ഇമ്പ്രൂവ്മെൻറ്റും കോൺഫിഡൻസും ഉണ്ടാവും. ഡെയിലി പെർഫോം ചെയ്യല്ലേ. 2007 ഞാൻ ആദ്യമായിട്ട് ഒരു ഷോ ചെയ്യുന്നത്.
പക്ഷേ സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യും അവിടെ പോയിട്ട് 11-ലൊക്കെയാണ്. പിന്നെ 13-ാമത്തേക്കും നമ്മുടെ എം ഷോ ഉം. ഒക്കെ ലോഞ്ചായി. പിന്നെയാണ് ഈ സെലിബ്രിറ്റികളുടെ ഇടയിൽ ഒരു ആദി എന്തായി വന്നു. പക്ഷേ ഇവിടെ വരുന്നതിന് മുമ്പ് കുറേ അവിടെ വരുമായിരുന്നു. അവിടെ കുറേ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ആ ഒരു നമ്മുടെ ഞാൻ സാധനം ഉണ്ടായിരുന്നു കുറച്ച് അങ്ങനെ. പക്ഷേ എനിക്ക് അതിൻ്റെ വാല്യൂ അറിയുന്നുണ്ടായിട്ടോ. ഇതൊരു സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട ഒന്നാണോ അങ്ങനത്തെ ഒരു ആ സാധനം എൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മുമ്പിൽ വന്ന് പോയവരെല്ലാം ഒരുപോലെയായിരുന്നു. ഈ കാവ്യമാധവനൊക്കെ ആദ്യ കാലഘട്ടത്തിലെ പരീക്ഷണ വസ്തുക്കളായിരുന്നു. അതൊക്കെ ഇപ്പോൾ 2005 ആ സമയത്തേ ഉണ്ടല്ലോ. അവള് ഗിനിയപ്പിക്കായിരുന്നു പാവം. ആദ്യം ഒരു 2-3 പേര് ഷോൺ ചേച്ചി, ഷാനി ചേട്ടൻ, കസിൻസ് അവര് എന്നെ പറ്റിയിട്ട് ടെൻഷൻ അടിച്ചത്ര എൻ്റെ കാര്യത്തിൽ വറിയായത് അത്രയൊന്നും ആരും ആയിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നൊരു സമയത്ത്. കാരണം എനിക്ക് ഓർമ്മ വടക്കുന്നാഥനൊക്കെ കണ്ടുവന്ന സമയത്ത് റിലീസായത് കുറേ ലേറ്റ് ആയിട്ടല്ലേ റിലീസായിട്ട് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ 4 മിസ് കോള്. അപ്പോൾ വാട്സാപ്പ് ഒന്നും ഇല്ലാത്ത പോലത്തെ ഫോണോ. നീ വേഗം ഇങ്ങോട്ട് വന്നേ. അവിടേക്ക് ഇവർ 3 സിനിമ കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് ഡിസ്കഷൻ. ഞാൻ അങ്ങനെ ആവും, അതിലത്തെ ക്യാരക്ടർ പോലെ ആവും, പഠിച്ചു വിടാം. അത് ഇവർ ഉറപ്പിച്ചു. എന്നിട്ട് കുറച്ച് ദിവസം ഇവിടെ വന്നിട്ട് നിന്നിട്ട് അങ്ങനെയൊക്കെ പാവം. അങ്ങനെ ഇവർക്കാർക്ക് മിഥുനൊക്കെ അങ്ങനെ പേടി വരുമോ ഈ മനുഷ്യൻ്റെ ഒരു പോക്ക് കാണുമ്പോൾ? ഇടയ്ക്ക്. പക്ഷേ എപ്പോഴും ഒരു ധൈര്യമുള്ളത് ഇപ്പം നേരത്തെ പറഞ്ഞ ആദ്യം ഒരു 2 ആഴ്ചത്തേക്ക് കംപ്ലീറ്റ്ലി പോയി കഴിഞ്ഞാലും പവർ പാക്ഡായിട്ട് തിരിച്ചു വരും. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും അറിയാം, എക്സ്പീരിയൻസ് ചെയ്തിട്ട്. അപ്പോൾ നേരത്തെ പറയില്ല, ചിലപ്പോൾ നമ്മൾ റൂമിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ തന്നെ പറയുന്നത് ദേ വരുന്നു എന്ന് ഞങ്ങൾ പറയും. ബിക്കോസ് എവിടെ പോയിട്ട് പെട്ടെന്ന് ഓടി വരും. ഓടി വന്നിട്ട് ഒരു 10-15 ഐഡിയാസ് 1 മിനിറ്റിലങ്ങ് പറയും. എന്നിട്ട് ഇപ്പം തന്നെ മറ്റേ ചെയ്യും, ഇത് ഇപ്പം തന്നെ എടുക്കും. അപ്പം എല്ലാ ആൾക്കാരും ഒരു 2-3 മിനിറ്റ്സിൽ വേണം. അപ്പം ഞങ്ങൾ പറയാറുണ്ട് അത് ഹൈ ആയിട്ടാണ് വരുന്നത് പറയാറുണ്ട്. ഈ സ്പീഡ് കൂടുമ്പോൾ എനിക്ക് പേടിയുണ്ട് ഇപ്പോൾ. പിന്നെ എന്തുകൊണ്ടാ ഗെറ്റിംഗ് റിയലി വിയേർഡ്. എനിക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ അതുപോലെ ഫാസ്റ്റ് ആയിക്കോ ചില സമയത്ത്. നീറ്റ് സ്ലോ ഡൗൺ റിമൈൻഡ് ചെയ്യുമ്പോൾ എനിക്കറിയാം. പിന്നെ ആദ്യത്തെ ഒരു ക്യാരക്ടറിന് അഗ്രഷൻ നമുക്ക് സിങ്ക് ആവില്ല പെട്ടെന്ന്. കാരണം ആദ്യം ഇതേപോലെയാണ് സംസാരം നമ്മുടെ മനസ്സിലുള്ളത്. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി ആദ്യം ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ. അപ്പം അതൊരു ആദ്യം അത് കംഫർട്ട് ആവാനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത്തരം ഒരു ദിവസം ഈ തിരിച്ചു വരാൻ പറ്റാത്ത പോലെ ആവില്ലേ, ആ ദിവസം എനിക്ക് പേടിയുണ്ട്. അപ്പോൾ ഒരു ഡോക്ടർ വേണം ആദി. എന്തിന് ആദ്യമൊന്ന് തിരിച്ചു വരുത്തിക്കണ്ടേ? പെട്ടെന്ന് എല്ലാ മനസ്സിൽ കൗണ്ടർ വന്നു. പക്ഷെ പിന്നെ ഞാൻ ആലോചിച്ചു നിങ്ങളുടെ ഇന്റർവ്യൂ ആണല്ലോ, വീട്ടിലാണെങ്കിൽ ഞാൻ തന്നെ എനിക്ക് വീട്ടിലിരിക്കുമ്പോഴേ അതിനടുത്തിരിക്കുന്ന അതിനടുത്ത് ഞാൻ ഭയങ്കര കംഫർട്ടാ. അങ്ങനെ വേണം. കാരണം എന്താ വെച്ചാല് എനിക്കിപ്പം ആദ്യം ഒരു മെന്റലിസ്റ്റ് ആണ്. പിന്നെ ചില സമയം ആദ്യം ഞാൻ പറഞ്ഞില്ലേ ആ അടിക്ക് പോകുന്ന ആദ്യം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആദ്യം അങ്ങനെ ഒരു അത് സോൾവ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ കൈ മടക്കിയിട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. അല്ല ഇങ്ങനെ മറ്റേ ഭക്തം പോകുന്ന പോലെ അങ്ങനെ ഫൈറ്റ് ഒന്നും നിർത്താൻ അത് പറ്റില്ല. അവിടെ യു ഹാവ് ടു ബി അതോറിറ്റി. അവർക്ക് തോന്നണം ഇത് ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് എന്തോ ഉണ്ടല്ലോ. ദെൻ ദേ ഹാവ് ടു ലുക്ക് ഇറ്റ് മീ. അല്ലെ എൻ്റെ കണ്ണിൽ നോക്കാം. ദേ നീഡ് ടു നോ ഈസ് ഇൻ ചാർജ്. ഇത് ശരിയാവില്ല, എന്തോ പ്രശ്നമാണ്. അങ്ങനെയൊക്കെ പറ്റുള്ളൂ. അല്ലാതെ ഒരു റാൻഡം സ്ഥലത്ത് ഞാൻ ഒരു നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ച അപ്പോയിൻമെന്റ് എടുത്ത് ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് പോകല്ലോ. അതിനൊക്കെ നാക്കുണ്ട്, അതാണ് പറഞ്ഞു തരാൻ പറ്റില്ല. ഇപ്പോൾ തോട്ട്സ് ഇപ്പോൾ പലതരത്തിലുള്ള എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുമ്പോൾ ഒരുപാട് ഇപ്പോൾ നമ്മൾ ആദ്യം കാണിച്ച സാധനത്തിന് പല കണക്ഷൻസ് ഉണ്ട്. ഇത് നമ്മൾ ഇപ്പോഴും ആലോചിക്കുന്നില്ല. ഞാൻ ആലോചിക്കാൻ മെനക്കെടുന്നില്ല, സമയമെടുക്കും. ആ സമയമെടുത്ത് ആലോചിച്ചാലും ഞാനിങ്ങനെ ഇത് പറഞ്ഞില്ലേ ഒരു സൈക്കിൾ പോലെ ആയിരിക്കും അതുണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ ഇതൊക്കെ കുറച്ച് പ്ലാൻ ചെയ്യുന്നത് തലയ്ക്കകത്ത് തന്നെ പ്ലാനിങ്ങിനെ വെച്ചേക്കോ അത് എഴുതി വെക്കുമോ? ഉള്ളിൽ തന്നെ ഉള്ളിൽ ചില ഈ കോയിൻ ചെയ്യുന്ന ചില പോയിന്റ്സ് ഉണ്ടാവും. അത് ചിലപ്പോൾ ചില വാക്കുകൾ ട്രിഗറിങ് വേർഡ്സ് എന്ന് പറയില്ലേ, അത് പിന്നെ ചിലപ്പോൾ രാത്രി ഭയങ്കര ഐഡിയ വരും. രാത്രി ചില സമയത്ത് ഇങ്ങനെ ഞാൻ രാവിലെ എണീക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഈ എന്ത് മൊക്ക ഐഡിയ. രാത്രി ഭയങ്കര ത്രില്ലായിട്ടായിരിക്കും. അത് എന്തായിരിക്കണം എനിക്ക് ഇത് കലക്കും. രാവിലെ എണീച്ചിട്ട് ഇവിടെ തന്നെ റീകോൾ ചെയ്യുന്നൊരു പരിപാടിയാണ്. ഞാൻ എന്ത് മൊക്ക ഐഡിയ ആയിരുന്നു. അതാകുമ്പോൾ ഇന്നലെ എന്താ ആരെയും വിളിച്ചത് നമ്മൾ പറയില്ല അത് ചെയ്യാം നമുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന എന്ത് ചില സമയത്ത് അത് മറന്നു. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഈ കോയിൻ ചെയ്യുന്ന സമയം അതിൻ്റെ നോട്ട്സ് കണ്ടാൽ അങ്ങനത്തെ ഒരാൾക്കും മനസ്സിലാവില്ല. ഒരു ദിവസം ഇങ്ങനെ ഉണ്ടാക്കിയ ഒരു നോട്ട് അറിയാതെ വാട്സാപ്പ് സ്റ്റാറ്റസ് ആയിപ്പോയി. അല്ല അതൊന്നുമില്ല. 23:17 ഇൻവേർട്ടഡ് കോമയിൽ ഒരു ഹീബ്രു കണക്കത്തെ ഒരു സാധനം ടു ദ റൈറ്റ് പേഴ്സൺ. അതായത് ഞാൻ ആംഗിൾ ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് നോട്ട്. ഇത് സ്റ്റാറ്റസ് എന്ത് പരിപാടി ഒരാൾക്കും കിട്ടുന്നില്ല. കുറേ മെസ്സേജ് തരാം. എനിക്കാണെങ്കിൽ അന്ന് വാട്സാപ്പ് സ്റ്റാറ്റസ് ആക്കുന്ന പരിപാടി അറിയുന്നുണ്ടായില്ല. ഇതെന്തോ ഞെക്കിയിട്ട് അതങ്ങനെ ആയിപ്പോയതാ. എൻ്റെ നോട്ട്സിൽ ഇങ്ങനത്തെ കുറേ വിയേർഡ് സാധനമുണ്ട്.
ചിലത് അപൂർവം, ചിലത് കുറേ നാൾ കഴിഞ്ഞിട്ട് എനിക്ക് തന്നെ മനസ്സിലാവില്ല ഇതെന്ത് എന്തോ ഉണ്ടായിരുന്നു. ഷോയുടെ ഒടുവിൽ ഫോട്ടോ എടുക്കാനുള്ള അവസരം കൊടുക്കുക എന്ന് പറയുന്ന ഒരു ആ ഷോയുടെ ഭാഗമാണ്. അതെ. എല്ലാവരും ക്യൂ ആയിട്ട്, അതായത് കുറേ പേര് ഞാൻ നോക്കിയപ്പോൾ ക്യൂ ആയിട്ട് അങ്ങ് നിൽക്കുക. അവർ പുറത്തേക്കല്ല പോകുന്നത്, ഇയാളെ കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. അത് ശരിക്കും അങ്ങനെ ഒരു സാധനം ഒരു ഷോയുടെ ഭാഗമായിട്ട് ഒത്തിരി കാലമായിട്ട് തുടങ്ങിയിട്ടുണ്ടോ? അതെങ്ങനെയാണ് അത് എമർജ് ചെയ്ത് വന്നത്? അതെനിക്ക് തോന്നുന്നു പുറത്തത്തെ രാജ്യങ്ങളിൽ നിന്നാണ് നമ്മളത് ശ്രദ്ധിച്ചു തുടങ്ങി. കുറേ വർഷം മുമ്പ് അങ്ങനെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഈ നീളം കൂടുന്ന നമ്മൾ അറിയുന്നുണ്ടല്ലോ. എനിക്കത് ഇതുവരെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. മാത്രമല്ല ഞാൻ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇതെന്താ പറയുക, നമുക്കല്ലേ ഇത് സ്ഥിരം. അവർ ചിലപ്പോൾ ആദ്യം നമ്മൾ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ടാവില്ല, ചിലപ്പോൾ കുറേ വർഷമായിട്ട് അറിയുന്നുണ്ടോ. അപ്പം ആ സമയം നമ്മൾ അവർക്ക് കൊടുക്കണ്ടേ. അവർ പേ ചെയ്തിട്ടും കൂടെ വരുന്നത്. അതെ, അതിയുടെ ഈ ഷോയില് പൊതുവെ കണ്ടിട്ടുള്ളവർക്കറിയാം, ഈ പെട്ടെന്ന് ഇപ്പോൾ ഒരു 1000 പേരുടെ സദസ്സാണ്, 1000 പേരുള്ള ഷോ ആണെങ്കിലും ഇത് ഷോ തുടങ്ങി ഒരു 15 മിനിറ്റ് കൊണ്ട് ഇവരെല്ലാം ഒറ്റ ഫാമിലി ആണെന്നുള്ളൊരു സംഗതി ഈ വളരെ ബുദ്ധിപൂർവ്വം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് അവർക്ക് കയറി സ്റ്റേജിലേക്ക് വിളിക്കുമ്പോൾ വരാനോ ഒന്നും ചമ്മലോ കാര്യങ്ങളോ ഒന്നുമില്ല. അല്ല, അവർ വിളിക്കുമ്പോൾ തന്നെ വരുന്നു. ഒരു റാപ്പ് ഉണ്ട്. ആ ഒരു റാപ്പോ 15 മിനിറ്റ്സ് കൊണ്ട് ഉണ്ടാക്കി, ആദ്യത്തെ 15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. മനസ്സിലായോ? പിന്നെ ഇത് ഈ 2 മണിക്കൂർ ഷോ ഒരാളെ മാത്രം ഇങ്ങനെ സ്റ്റേജിലേക്ക് നോക്കി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ എന്താ പറയുക, ഒരു സംഗതി ക്രിയേറ്റ് ആവുമല്ലോ. വേറെ ആരുമില്ല, ഒരാൾ ഒറ്റയ്ക്ക് കുറേ അത്ഭുതങ്ങൾ കാണിക്കുകയാണ്. അത്ഭുതം എന്ന് പറഞ്ഞ വാക്ക് തന്നെ അതാണല്ലോ. കാരണം നമുക്ക് എല്ലാവർക്കും പറ്റാത്തൊരു കാര്യം ഒരാൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ബാക്ക് ടു ബാക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പാട്ടുകൾ, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മനുഷ്യർ, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എപ്പിസോഡ്സ് സ്റ്റേജിൽ ഒരാൾ ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുക. സോ ഈ ഷോ എന്ന് കഴിഞ്ഞ ഇദ്ദേഹത്തിൻ്റെ കൂടെ അത് സ്വാഭാവികമായിട്ട് ആദ്യം പറഞ്ഞത് കറക്റ്റ്. അതിക്കിത് ഡെയിലി ഷോ ചെയ്യുമ്പോൾ മനസ്സിലായി. മറ്റേ വരുന്നവരുടെ അവസ്ഥ അങ്ങനെയല്ല. അതിനകത്ത് എല്ലാത്തരം ആൾക്കാരുണ്ട്. അത് സിനിമാ താരങ്ങളുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്. ഞാൻ ജെട്ടി പാക്കിൽ കാണാൻ വേണ്ടി പോയപ്പോൾ എൻ്റെ തൊട്ടിപ്പുറത്തെ സീറ്റിലിരുന്ന വെച്ചാൽ മറ്റേ 3 Idiots'ൽ അഭിനയിച്ച ആക്ടറാണ്. അയാൾ അവിടെ നിന്ന് ബോംബെയിൽ നിന്ന് കാണാൻ വന്നിരിക്കുക, എവിടെ, എറണാകുളത്തേക്ക്. അതിൽ 3 പേരില്ലേ, അതിൽ ബർമാൻ ജോഷി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, മാധവനും. അതെ, അതിലും അവര് വന്നിട്ടുണ്ട്. പുള്ളിനെ നിങ്ങൾ അറിഞ്ഞോ? അത് നിങ്ങളുടെ പിറകിലെ പറഞ്ഞു തൊട്ടിപ്പുറത്തെ സീറ്റ്, എൻ്റെ ഇപ്പുറത്തെ സീറ്റ് ആയിരുന്നു. ബർമാൻ ജോഷി അങ്ങനല്ലേ? അദ്ദേഹത്തെ പിക്ക് ചെയ്യാൻ പോയ നമ്മുടെ ടീമിലുള്ള ആള്. പക്ഷെ അവർക്ക് അല്ല, മനസ്സിലായി. പുള്ളി ഇറങ്ങാൻ എത്തുവാണ്. സാറിനെ കണ്ട 3 Idiots'ന്റെ അതെയോ? അതെ അതെ, അറിഞ്ഞില്ല. ഇത് ഈ സംഭവം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ സിദ്ദിഖ് എന്നെ വിളിക്കുകയാണ്. നടൻ സിദ്ദിഖ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ജിസൻ തൊട്ടപ്പുറത്തിരുന്ന ആള് മറ്റേ 3 Idiots'ൽ അഭിനയിച്ച അങ്ങനെ വിളിച്ചു. അപ്പൊ ഞാൻ അതെ എനിക്ക് മനസ്സിലായില്ല, പക്ഷെ മരുമകൾക്ക് മനസ്സിലായി. അതെ. ഷൈൻ്റെ ഭാര്യ പറഞ്ഞു അദ്ദേഹമാണെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് ഇതൊരു വലിയ പരിഗണനയൊന്നുമല്ല. എനിക്കത് ഇതുവരെ നമ്മൾ ചെയ്യുന്ന വലിയ നമ്മളത്രയും അങ്ങനെയല്ലല്ലോ. നിങ്ങൾക്ക് മനസ്സിലാവും, ഇവർ നമ്മളെ ഇഷ്ടപ്പെട്ടത് നമുക്കിപ്പോഴൊരു സിനിമയിലുള്ള ആളുകളെ പോലെ അല്ലല്ലോ നമ്മളൊരു സ്പേസും പ്ലേസ്മെൻറ്റും അത്രയല്ലല്ലോ. അപ്പോൾ ഈ ജനങ്ങൾ ഇഷ്ടപ്പെട്ട് തീരുന്ന ദിവസം നമ്മുടെ എല്ലാ പ്രഭാവം തീർന്നു. അവർ വരണ്ടാന്ന് തീരുമാനിക്കുന്നൊരു, അപ്പോൾ നമ്മളിത് അവരോട് വലിയ കനിവാണിക്കുന്നൊന്നുമല്ല. അതേ ഡിസേർവ്, നമ്മളത് എത്രയും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന. ഇവരെന്നാണ് ചിലപ്പോൾ ആൾക്കാർ നീ ഇത്രയൊന്നും സമയം നിൽക്കണ്ട, ചിലപ്പോൾ പനി അങ്ങനെ ടയർഡല്ലാന്ന് അവർ പറയും, 1 മണിക്ക്. അതല്ല, എല്ലാവരും കണ്ടിട്ടേ പോകാൻ പറ്റുള്ളൂ. അതേ അത് ഞാനൊരു വലിയ കനിവാണിക്കുന്ന പോലെ ഒന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്കത് എവിടെയെങ്കിലും ഒരു മുഷ്ടിൽ തോന്നുന്നുണ്ടെങ്കിൽ ഞാനത് അന്ന് നിർത്തുമായിരിക്കും. അത് മാനിപ്പുലേറ്റ് ചെയ്ത് ചെയ്യില്ല എന്തായാലും. ഓക്കെ, ഈ മാനിപ്പുലേഷൻ്റെ കാര്യം പറയുമ്പോഴാണ് ഇത് ശരിക്കും ആ വാക്കൊരു ആവശ്യമുള്ള വാക്കാണ് ആദിയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷെ ഞാൻ അതേ പറ്റിയിട്ടല്ല ചോദിക്കണേ, ശരിക്കും ഒരു മോസ്റ്റ് മോഡേൺ മാജിക് തന്നെയാണോ മെൻ്റലിസം? ഡെഫിനറ്റ്ലി. പക്ഷെ അത് മാത്രമല്ല, മാജിക്ക് ഇതിൽ ഒരു സബ്ജക്റ്റിൽ മേജർ പോർഷൻ മാജിക്കിൻ്റെ ഇങ്ങനെ പറയാം. ഒരു മരം, വലിയ മരം ഇങ്ങനെ 2 ബ്രാഞ്ചായിട്ട് പോയില്ലേ, അങ്ങനെ വിചാരിച്ചോളൂ. മാജിക് തന്നെയാണ് ഒന്നാണ്. എക്സാക്ട്ലി, മാജിക് തന്നെയാണ് മെജോറിറ്റി. പക്ഷെ അത് മാത്രമല്ല എന്നുള്ളതാണ്. അതിൽ ഒരുപാട് സബ്ജക്റ്റുകൾ കൂടുതലുണ്ട്. ഓക്കെ, മാജിക് എലോൺ ആയിട്ടല്ല, മാജിക്കാണ് ബേസ്, മാജിക്കാണ് കോർ. ആൻഡ് ദെൻ യു ആഡ് സർട്ടൻ സബ്ജക്ട് ടു ഇറ്റ്. ന്യൂമോണിക്സ്, മെമ്മറി ടെക്നിക്, സൈക്കോളജിക്കൽ എലമെൻറ്റ്സ്, സൈക്കോളജിക്കൽ സാറ്റലിറ്റീസ്, പിന്നെ ഈ പറയുന്ന പോലെ ബോഡി ലാംഗ്വേജിൻ്റെ തിയറിയൊക്കെ നമ്മളൊരു വലിയ പരിധി വരെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അത് മാത്രമായിട്ടൊരു എഫക്റ്റ് കാണിക്കുക അങ്ങനെയല്ല. പിന്നെ പറയാൻ പറ്റാത്ത കുറേ ടേംസ് ഉണ്ട്. അങ്ങനെ ഒരു 10-32ഓളം സബ്ജക്റ്റുകളാണ്. ഒരു ചോദ്യമുള്ളത്, ഇപ്പോൾ സജഷൻ കൊടുത്തിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ തോന്നിപ്പിക്കുകയൊക്കെ ചെയ്യും, ട്രിക്സിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ ഒരു ഭാഷ വ്യത്യാസമുള്ള ഒരാളാണെങ്കിൽ, ഇപ്പോൾ ചൈനീസ് ലാംഗ്വേജ് ആണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക, അയാൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ സജഷൻസൊക്കെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് വഴിയാണോ കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കും? ഇപ്പോൾ ഒരു വേർഡ് വിചാരിക്കുകയാണ്, ആ വേർഡ് അയാൾ വിചാരിക്കുന്നത് ആദിക്ക് വിചാരിക്കണമെങ്കിൽ ആദിക്ക് ചൈനീസ് അറിയണമല്ലോ. അതെ. അപ്പം ഇംഗ്ലീഷ് അല്ലാതെ ഒരു
ലാംഗ്വേജ് ആണ് അവിടെ പറഞ്ഞെങ്കിൽ ആദ്യം പെടൂലേ? നല്ല ഉഗ്രൻ ചോദ്യം കേട്ടോ. ബ്രില്യൻ ചോദ്യമാണ്. ഉം. എനിക്ക് എന്തുകൊണ്ട് അവരെ കൊണ്ട് വേർഡ് വിചാരിപ്പിക്കുന്നത്? ഇത് ആരെങ്കിലും എന്നെ വഴക്ക് പറഞ്ഞ് പറയിക്കില്ലല്ലോ. ഉം. അപ്പോൾ എനിക്കൊരു ചിത്രം വരപ്പിക്കാമല്ലോ. ചിത്രത്തിൻ്റെ ലാംഗ്വേജ് സെയിം അല്ലേ? ആ. കാട് ആ. ചൈനക്കാർക്ക് ചൈനീസിൽ പ്രത്യേകിച്ച് ചിത്രം അങ്ങനെയാണോ? അല്ല അതും ചിലപ്പോൾ അറിഞ്ഞൂടായിരിക്കുമല്ലോ. അല്ല ആയിക്കോട്ടെ, ഞാൻ ഇന്നതാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടല്ലല്ലോ ഞാൻ ചെയ്യുന്നത്. അവിടെ ഒരു കോമ്പറ്റീഷൻ ഇല്ല, അവിടെ ഒരു ഐ വിൻ നിങ്ങളെ ഐ വിൽ ക്യാച്ച് എന്നുള്ള സാധനം ഇല്ല. ഇപ്പോൾ അങ്ങനെ ഒരു ഇപ്പോൾ എനിക്ക് അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ആ മലേഷ്യയിലത്തെ ഒരു ഷോൻ്റെ ഒരു റിവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഓക്കെ, ഇത് കണ്ടിട്ടുണ്ടോ? അത് ഒരു അവിടുത്തെ ഒരു വ്ളോഗർ. അപ്പം അന്ന് പിന്നെ ഇൻ്റർനാഷണൽ ഷോ ആണ്. അവർ കസാക്കിസ്ഥാനിൽ മറ്റൊരു ലേഡി വന്നു. അവർക്ക് ഈ പറഞ്ഞ ഒരു ഭാഷയും അറിയില്ല. അപ്പം ഞാൻ ജനങ്ങളോട് ഞാനത് എനിക്കെന്തോ ഒരു പെട്ടെന്ന് നെർവസ് ആയെങ്കിൽ ഭയങ്കര രസമായിട്ട് അത് എൻഡ് ചെയ്ത് ഒരു 15 മിനിറ്റ് അത് കൊണ്ടുപോയി കുറേ തമാശ, അതായത് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന തമാശ ഒന്ന്, അവസാനം അവരും എൻജോയ് ചെയ്യണമെങ്കിൽ എനിക്ക് ഈ ഭാഷ ഒന്നും മനസ്സിലാവുന്നില്ല, അവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവില്ല, പക്ഷേ ഷിവാനറ്റുക്ക. പക്ഷെ അതെന്ത് ഞാനാ ചെയ്യാൻ വിചാരിച്ച എഫക്റ്റ് അല്ല അവിടെ ചെയ്തത്. പക്ഷെ ആ വീണ് കിട്ടിയ സംഭവം നമ്മൾ മനോഹരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മനസ്സിലായോ? ഇവിടെ ഞാൻ ഇത് ചെയ്യുന്നത് നിർബന്ധം. ഇപ്പം നിങ്ങൾ എന്നോട് പറയണേ എൻ്റെ ഭാഷ എനിക്കറിയില്ല, എനിക്കറിയില്ല. സൂപ്പർ നാച്ചുറൽ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ എനിക്ക്. ഇപ്പം ഈ ആദ്യം ശരിക്കും നമ്മുടെ അശ്വമേധത്തിൻ്റെ ഷോയിൽ നമ്മൾ ഒരു 20 ചോദ്യം ചോദിക്കുന്ന പരിപാടി പിന്നീട് ആദ്യം അതിനെ പരിഷ്കരിച്ചിട്ട് അയാൾ ഉത്തരം പറയേണ്ട ഒരു 6 ചോദ്യം മതി എന്നുള്ള രീതിയിൽ മാറ്റുമ്പോൾ എപ്പോഴും മാറില്ല. അങ്ങനെ അതിന്റെ തോത് മാറാം. അതിലിപ്പോൾ ഇനിയിപ്പോൾ ചോദ്യം തന്നെ വേണ്ടാന്ന് തോന്നുന്നു. അത് ചോദ്യം വളർന്നില്ലേ, അത് വേറൊരു ഷോയാണ്. മാജിക് ഒന്നുമില്ല, മെന്റലിസോ ഇല്ല. പക്ഷെ അതിന്റെ ചില എലമെന്റ്സ് ഉണ്ട്, സൈക്കോളജിക്കൽ എലമെന്റ്സ് ഉണ്ട്. ഇപ്പോൾ സാഹിത്യമാണോ കലയാണോ എന്നൊക്കെ ചോദിക്കുന്നതിനകത്തൊരു ചെറിയ അതൊക്കെ ചില എക്സ്പ്രഷൻസ് നോക്കും. പക്ഷെ ആദ്യം കുറച്ചുകൂടെ റീഡ് ചെയ്യുന്നുണ്ട്. മറ്റത് ആൻസറിൽ നിന്നാണ് അത് പോകുന്നത്. അല്ല എന്ന് പറയുമ്പോൾ അത് വിട്ടുകളയും. വയലാർ അവാർഡ് ആണെന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് വയലാർ അവാർഡിന്റെ ലിസ്റ്റ് വരുന്നു, അതിനകത്തുനിന്നൊരു പേര് പിക്ക് ചെയ്യുന്നു. അങ്ങനെയാണ് ചെയ്യുന്നത്. ആദ്യം ഇതിൽ റിലേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കുക, ഇത് നമുക്ക് മനസ്സിലാവുന്നതാ ഷോ, ആദ്യത്തെ ഷോ മനസ്സിലാവാത്തതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് റിലേറ്റ് ചെയ്ത് നമുക്ക് സംസാരിക്കാൻ പറ്റുക, ഇതെങ്ങനെ നമുക്ക് അടുത്തേക്ക് എത്താം? എക്സലൻറ്റ്. റിവേഴ്സ് കിസ് എന്നാണ് എൻ്റെ ടേം. റിവേഴ്സ് കിസ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളിങ്ങനെ ചോദിച്ച് അതിലേക്ക് എത്തുന്ന അത് നേരെ ഓപ്പോസിറ്റാണ്. സോ യു ഹാവ് ദ ഡാറ്റാബേസ്, അത്രയും ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യണം, അത്രയും മെമ്മറി വേണം. സച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഹൈലി ഇൻ്റലക്ച്വൽ ആയിട്ടുള്ളൊരു ജീനിയസ് പരിപാടിയാണ്. അപ്പോൾ ആ ഡാറ്റയിൽ നിന്ന് ഓരോ ഇമ്മീഡിയറ്റ്ലി ആണോ പെണ്ണെന്ന് ചോദിക്കുമ്പോൾ 50% കട്ടാകുന്നതാണ്. ഇങ്ങനെ കട്ടായി നമ്മൾ കൊഞ്ച് ഒന്നിലേക്ക് എത്താണ് അല്ലേ? അതിൽ പ്രോഗ്രസീവ് അനഗ്രാം ചില വാക്കുകൾ അവർക്ക് ഹെൽപ്പ് ചെയ്യുന്നതുണ്ട്. പക്ഷേ നമുക്കതല്ലല്ലോ, നമുക്കതുകൊണ്ട് ഇക്കണ്ട ട്രിക്സ്. പക്ഷേ ഡാറ്റ ഇല്ലാതെ പറ്റൂലല്ലോ. ഡാറ്റ വേണം. ആ ഞാൻ പറയുന്നത് ഈവൻ നമുക്ക് കിട്ടുന്നില്ലെങ്കിലും മേക്ക് ബിലീഫിൻ്റെ ഒരു പോസിബിലിറ്റി അവിടെ ഇല്ലേ? ആ ഔട്ട്കത്തിലേക്ക് എത്താൻ അല്ലെങ്കിൽ അങ്ങനെ കൺവിൻസ് ചെയ്യാൻ നമുക്ക് വേറെ കുറേ വഴികളുണ്ട് വെച്ചോളൂ. അതുകൊണ്ട് മാത്രം അത് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ എല്ലാവരും ചെയ്യില്ലേ? അതും ഉണ്ടെന്ന് മനസ്സിൽ വെക്കണം. അങ്ങനെ നോക്കുമ്പോൾ ദേ ആർ ഡൂയിങ് മോർ ഡിഫിക്കൽട്ട് ജോബ്, മീൻസ് ബ്രില്യൻറ്റ് ജോബ്. അതെ. പക്ഷെ ആദ്യക്ക് ആ കഴിവും വേണം. അതും കൂടെ ചേർത്തിട്ടല്ലേ വിൽക്കണത്. വേണം. എങ്കിലേ പറ്റുള്ളൂ കണ്ടുപിടിക്കാൻ. അതെ. എഗൈൻ മെന്റലിസം എന്ന് പറയുന്നത് ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. മനസ്സിലായില്ലേ? പക്ഷേ റിവേഴ്സ് കിസ്സാണ് സബ്ജക്റ്റ് എങ്കിൽ ഇപ്പൊ അദ്ദേഹമാണ് നല്ല ജോബ് ചെയ്യുന്നത്. അതെ, ചോയ്സ്. പക്ഷെ വേ ബെറ്റർ ദാൻ അത് ചോദിക്കണേ. ഇപ്പൊ അർണോൾഡ് ഷോൾസ്നെഗറിനെ അറിയാമെങ്കിലല്ലേ ആദ്യക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ജനറൽ ഇൻഫർമേഷൻ ആദ്യം വേണ്ടതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. വേണം. പക്ഷെ ഷോൾസ്നെഗറിന്റെ പേരാണ് ഞാൻ ഓർക്കാൻ പോകുന്നത് എന്നുള്ളത് ആദ്യയുടെ സജഷൻ ആണെങ്കിൽ ആദ്യം ഓക്കെ. പക്ഷെ ഞാൻ ഓർത്ത ഒരു സാധനം ആദ്യം പറയുന്ന പരിപാടി അതെങ്ങനെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാനത് സ്ഥിരമായിട്ട് ചെയ്യാത്തത്. മനസ്സിലായില്ലേ? അതിന്റെ ഔട്ട്കം മാറി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു മോഡിലേക്ക് എനിക്ക് എന്നെ ഷിഫ്റ്റ് ചെയ്തിട്ട് അത് പറയാവോ? ഈ കോണ്ടെക്സ്റ്റ് വിടൂ. നിങ്ങൾ പൂച്ചേനെ വിചാരിച്ചു. ഐ എം നോട്ട് ക്ലെയിമിങ് എനിത്തിങ്, ഐ എം നോട്ട്. നിങ്ങൾ പൂച്ചേനെ വിചാരിച്ചു, എനിക്കത് പൂച്ചാന്ന് കിട്ടുന്നേ ഇല്ല, നിങ്ങൾ തരുന്നില്ല. നിങ്ങൾ മസ്റ്റ് വിചാരിച്ചു ഇത് ഞാൻ ചെയ്യുന്ന ഒന്നുമല്ല ഞാൻ പറയുന്നത്. വാട്ട് ഇഫ് ഇപ്പം വാട്ട് ഇഫ് അല്ലേ? വേണ്ട, നിങ്ങൾ കളിച്ചോ. അത് കഴുതാണെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ പോരെ. അല്ലല്ല, ഞാൻ പറഞ്ഞില്ല ഇതാണ് ഞാൻ ചെയ്തതെന്ന്. ഇങ്ങനെയും ഇങ്ങനെ ചെയ്യാം. ഞാൻ ആ ചോദ്യം പക്ഷെ റിവേഴ്സ് കേസിൽ അത് പറ്റില്ലെന്നേ. അത് റിവേഴ്സ് കേസിൽ പറ്റില്ല, പക്ഷെ നിങ്ങൾക്ക് പറ്റും. അതൊരു ബെനിഫിറ്റ് ആണ്. അല്ല പറ്റൂലേ? പറ്റും. ഞാനിപ്പോ ഈ വളരെ പേഴ്സണൽ ഞങ്ങളുടെ ഒരു മാത്രമായിട്ട് വീട്ടിലിരിക്കുമ്പോഴും ഞാൻ ചോദിച്ചിട്ടില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ പലപ്പോഴും
ഇപ്പോൾ ഈ കുട്ടിയോട് നിങ്ങളോട് രണ്ടുപേരോട് സൈൻ ചെയ്യാൻ പറയുന്നു. ഇത് സൈൻ ചെയ്ത് കഴിഞ്ഞ് ഈ സംഗതി സീൽ ചെയ്തത് ഇതുപോലെ സീൽ ചെയ്തിട്ട് ഇത് ഈ ചീട്ട് പോക്കറ്റിൽ നിന്ന് എടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ചിലപ്പോൾ ഇത് രണ്ട് മാത്രമായിട്ട് ഇങ്ങനെ എടുത്താൽ ചിലപ്പോൾ എടുക്കാൻ പറ്റിയേക്കാം, നമ്മൾ കൺവെട്ടിച്ചു എന്നൊക്കെ പറയാം. പക്ഷെ ഇതൊരു ഇങ്ങനത്തെ ഒരു കവറിലാക്കി അത് ഇങ്ങനെ ഒട്ടിച്ച് അത് പേഴ്സിന്റെ ഉള്ളിലെ സിബിനകത്ത് വെച്ച് അത് ഇതിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെക്കുക. ഇവിടെയാണ് നമ്മൾ സൂപ്പർ നാച്ചുറൽ ആണോ ഈ പരിപാടി? ഇത് നിങ്ങൾ അല്ല ലെറ്റ് മീ അല്ലേ അല്ല ഇത് ഈ ചോദ്യം ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം ഞങ്ങൾ രണ്ടുപേരും മാത്രം ഇനി ശരിക്കും സൂപ്പർ നാച്ചുറൽ ആണെന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിട്ട് ഓടും. ഇത് ഇത്രയും പേരുള്ളതുകൊണ്ട് കുഴപ്പമില്ല, മനസ്സിലായോ? അപ്പോൾ ആ ചോദ്യം ഞാൻ ഇവിടെ ചോദിച്ചിരിക്കുകയാണ്. പിന്നെ അതുപോലെ വിക്കിപീഡിയന്ന് ആദ്യം നന്നൊരു പുസ്തകത്തിൽ നിന്ന് നോക്കാൻ പറഞ്ഞാൽ ഓക്കെ, അതിനകത്ത് മാനിപ്പുലേറ്റ് ചെയ്യാം. പക്ഷേ എൻ്റെ ഫോൺ എൻ്റെ വിക്കിപീഡിയ എനിക്ക് ലക്ഷോപലക്ഷം വേർഡ്സ് ചെയ്യുന്നു. ഞാൻ റാൻഡമായിട്ട് സെലക്ട് ചെയ്ത ഒരു വേർഡ് ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഒരു സബ് ടേം എടുത്ത് വീണ്ടും ആലോചിക്കുന്നു, അത് പറയാൻ. ഇവിടെയൊക്കെയാണ് നമ്മൾ ഈ മാജിക് അല്ല, നിങ്ങൾ പറഞ്ഞല്ലേ ഒരു ശരിയാണ്, മാജിക്കിൻ്റെ ഒരു ബ്രാഞ്ച് സപ്പോർട്ട് ഉണ്ടായിരിക്കാം. പക്ഷേ ഇത് മാജിക്കിനും അപ്പുറത്തേക്ക് പോകുന്നത് ഈ സാധനങ്ങളിലാണ് ജനങ്ങൾ. ഇത് വല്ലാത്ത ബ്രാക്കുലസ് ആയിട്ട് ശരിക്കും ആ സജഷൻ ആ വാക്ക് അന്ന് കൊടുത്തതാണോ? അതെങ്ങനെ കൊടുക്കാൻ പറ്റും? നിങ്ങളെയൊക്കെ സന്തോഷിപ്പിക്കാൻ മറ്റാരും സഞ്ചരിക്കാത്ത വഴി. അല്ല പിന്നെ ഞാൻ ഇദ്ദേഹം ഇത് പറയുമ്പോഴേ ഞാൻ ഇങ്ങനെ കേട്ടെ, ഞാൻ കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ, ഞാൻ എൻ്റെ ഇൻസോമിയ ഈ ഷോൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ചിരിച്ചിരിക്കുന്നത് ആ 2 റിവ്യൂ നമ്മൾ ഒട്ടും മാർക്കറ്റിംഗ് ചെയ്യാറൊന്നും ചെയ്യില്ലായിരുന്നു. അപ്പോൾ കോവിഡിന് ശേഷം ആ സീരീസ് തുടങ്ങിയപ്പം 3ാമത്തെ ഷോ ആയിരുന്നു തൃശ്ശൂർ. അന്നാണ് എന്നെ കയ്യിൽ കിട്ടിയത്. ഇതിലാണ് നമ്മൾ തുടങ്ങിയത്. പിന്നെ എറണാകുളത്ത് വന്നപ്പോൾ ഞാൻ ഇതുവരെ എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല ടെസ്റ്റിമോണി. നമ്മൾ ആലോചിക്കും, ഒരു 50 ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 5 ഇടുള്ളൂ, കിട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷെ അതിൽ എനിക്ക് ഏറ്റവും ആ മനുഷ്യന്റെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ് കാണുമ്പോൾ തന്നെ ആദിക്ക് നിങ്ങളതും വളരെ നന്നായിരുന്നു. പക്ഷെ നിങ്ങളത് അന്ന് ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ എന്തോ ഈഗോ കാരണമാണെന്ന് തോന്നുന്നു നിങ്ങൾ ഷെയർ ചെയ്യായിരുന്നത്. ഈ മനുഷ്യനുണ്ടല്ലോ, ഒരു പോക്ക് പോയാൽ ആ പോക്ക് പോകുന്ന ആളാണ്. ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ അടി. ഈ വേറെ ചില ചോദ്യങ്ങളുണ്ട്, ചോദിക്കട്ടെ? കൊണ്ടുവാ. കണ്ട, ഇപ്പോൾ നോക്കൂ, ഷെർലക് ഹോംസ് ഒരു സ്വപ്നമായിരുന്നു. അപ്പം ഏറെക്കുറെ അതിലേക്ക് നമ്മൾ ഒരു പരിധിയിൽ നമ്മളെത്തി എന്ന് വെച്ചാൽ ആ മനുഷ്യനെ പോലെ അല്ല, ആ മനുഷ്യൻ ഉണ്ടാക്കിയ ക്യാരക്ടേഴ്സിനെ പോലെയോ അല്ല. പക്ഷേ എവിടെയൊക്കെയോ നമ്മൾ അതിൻ്റെയൊക്കെ ചില യാഥാർത്ഥ്യങ്ങളിൽ എത്തി. ഇപ്പം മുത്തശ്ശി കഥകൾ പണ്ട് പറഞ്ഞു തന്ന ചില സാധനങ്ങളൊക്കെ നമുക്ക് ട്രിക്സ് ആയിട്ടോ ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോഴും പല കഥകളും നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ചില കഥകളുണ്ട്. ഇപ്പം എനിക്ക് തന്നെ പത്മവ്യൂഹം ഭേദിച്ചു പോകുന്ന അഭിമന്യു എന്ന് പറയുന്ന വിഷ്വൽ ഉണ്ടല്ലോ, അത് പലർക്കും ചിലപ്പോൾ ചെയ്യാൻ തോന്നിയിട്ടുണ്ടാവും, വിഷ്വലൈസ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് പോലെ അയാൾ വിഷ്വലൈസ് ചെയ്യണമെന്നില്ല. ചില സാധനങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന കാണുമ്പോൾ ഇത് ഞാൻ വിചാരിച്ചതല്ല, എൻ്റെ മനസ്സിൽ വേറെ എന്തോ ഉണ്ട്, എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല, പക്ഷേ എൻ്റെ മനസ്സിൽ എന്തോ ഉണ്ട്. അങ്ങനത്തെ കഥകൾ എന്തെങ്കിലുമൊക്കെ, അങ്ങനെ ഫാസിനേഷൻസ്, ആ സാധനങ്ങൾ ഇല്ലെങ്കിൽ സ്വപ്നം കാണുന്ന ഒരു സാധനം ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഉണ്ടോ ആദിക്ക്? സ്വപ്നം കാണാൻ പറ്റുന്ന ചെയ്യാൻ പറ്റുമോ? അതെ, അത് പ്രാവർത്തികമാക്കണമല്ലോ. ഐ ആം ക്രേസി. ഞാൻ ഓൾറെഡി പറഞ്ഞു എനിക്ക് കുറേ വട്ടുള്ളതാണ്. ഞാൻ ഭയങ്കര രസമായിട്ട് ലാലേട്ടനോട് പ്ലാൻ ചെയ്തൊരു ഷോയിൽ ഒരു തീം, അത് നളൻ്റെ ഒരു കഥയായിരുന്നു. നളൻ അതറിയോ? ഒരു കൗണ്ട് ഉണ്ട്, ഒരു കിക്ക് കൗണ്ട്. നളൻ ഇങ്ങനെ തേരിൽ പോയിട്ട് ആ കഥയുണ്ട്. ഇത്ര സമയത്തിനുള്ളിൽ അവിടെ എത്തിക്കണം, നോട്ട് ഹ്യൂമൻലി പോസിബിൾ. അപ്പം അങ്ങനെ തേരോടിക്കാൻ പറ്റുന്ന ഒരു രാജാവുണ്ട് വേറെ. അവരെ കണ്ടിട്ട് ഇവരവിടെ എത്തിക്കും. അത് ജീവൻ മരണ പോരാട്ടം, അവരുടെ കല്യാണം അങ്ങനെ എന്തോ പ്രശ്നമാണ്, മനസ്സിലായി എനിക്ക് ആ പ്രോപ്പർലി ആ കഥ. അപ്പോൾ ഇദ്ദേഹത്തിന് നാളെ ഭാഗം അങ്ങനെ ഒരു സ്കില്ല് വേറെ ഉണ്ട്. ഇദ്ദേഹം ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ഈ തലപ്പാവന്ത് ഇങ്ങനെ ഷാളെന്തോ ഇങ്ങനെ അങ്ങോട്ട് പോയി. അപ്പോൾ അതെടുക്കാൻ നിൽക്കും, തിരിയുമ്പോഴത്തേക്കിനും അത്രയും മൈൽസ് അവർ പോയി എന്നാണ്. അത്രയും വേഗത്തിൽ വണ്ടി ഓടിക്കാൻ അറിയും. എക്സാക്ട്ലി. അപ്പോൾ മറ്റേ സ്കില്ല് പറഞ്ഞാൽ അയാൾ അപ്പോൾ ഇങ്ങനെ പറയും, ആ മരത്തിൽ ഇത്ര ഇലകൾ ഉണ്ടായിരുന്നു. ഇറ്റ്സ് എ ബ്രില്യൻ സ്റ്റോറി. ഇതോ നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടൊരു ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു എഫക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിമന്യുവിന് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ഞാൻ കരയും അതവരെ പറ്റിയിട്ട്. ഇങ്ങനെ ചെറുപ്പത്തിൽ ആലോചിച്ചിട്ട് ഭയങ്കരമായിട്ട് വിഷമം എനിക്ക് അവരുടെ അവസ്ഥ ആലോചിച്ചിട്ട്. ഈ ഒറ്റപ്പെട്ടു പോകുന്ന ക്യാരക്ടേഴ്സൊക്കെ നമ്മളായിട്ട് താതാത്മ്യം പ്രാപിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അഭിമന്യൊക്കെ നമ്മൾ അല്ല, ഈ കഥകളാണ് ഞാൻ പറയില്ലേ, കഥകളാണ് നമ്മൾ ഇൻസ്പയർ ചെയ്യുന്നത്. ഇത് ഞാൻ റീസെൻ്റ്ലി എവിടെയോ എല്ലാം കഥകളെന്നാലേക്ക് നമ്മളെല്ലാം സന്തോഷിപ്പിക്കും. ഇപ്പോൾ കഥ, പാട്ടും കഥയിൽ പാട്ടുകൾ, യാത്ര ഇഷ്ടപ്പെടുന്നു പറയും, കഥകളല്ലേ. സിനിമ, പുസ്തകങ്ങൾ എല്ലാം കഥകളാണെന്ന്. അപ്പോൾ എഴുതി വായിച്ച് ഒരു കഥയാണ്. അതുപോലെയാണല്ലോ.
എന്താ ഭാവിയിൽ വായിക്കുമ്പോൾ ഇതൊരു കഥയായിരുന്നു എന്ന് ആൾക്കാർ പറയും. നമ്മളെല്ലാം അങ്ങനെ ആവേണ്ടതല്ലേ? അത് നല്ല കോൺസെപ്റ്റ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പുസ്തകത്തിൽ മെയിൻ ക്യാരക്ടറായിട്ട് ആവുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ കുറെ കൂടി മനോഹരമായിട്ട് ചിന്തിക്കായിരിക്കും. തീർച്ചയായിട്ടും അത് എത്താൻ പറ്റില്ലല്ലോ. പറ്റട്ടെ ഓൾറെഡി there. അത് അറിയാം കേട്ടോ. ഓൾറെഡി there. പറ്റട്ടേന്നോ? എന്തൊരു ജേണിയാണ്. നോ സച്ച് ആൻ ഇൻസ്പയറിംഗ്. പുകഴ്ത്താനോ? ഞാൻ തിരിച്ചൊരു കാര്യം പുള്ളിങ്കൽ വർക്ക് ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ ആ ഷോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഞാൻ ആലോചിക്കുന്നതും ആദ്യം ഒരു കാര്യം ചെയ്യുമ്പോൾ ഇതിന്റെ പിന്നിൽ എത്രമാത്രം അധ്വാനിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ ചിന്തിക്കണേ. തോട്ട് തന്നെ കുറേ സമയം വേണം. അപ്പോൾ അത്രയും വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. നമ്മൾ ചെറിയ പരിപാടിയൊക്കെ ചെയ്ത് ആദ്യം എന്ത് ചെയ്യണു, എവിടെ താമസിക്കണം എന്നൊക്കെ ചോദിക്കുന്ന പരിപാടിക്ക് പുകഴ്ത്തേണ്ട കാര്യമില്ല. ഇല്ലേ? ശരിയല്ലേ? ഞാൻ പറയുന്നത് നിങ്ങളുടെ കരിയർ ആസ് എ ഫ്രണ്ട് ഞാൻ അത് കാണുന്നുണ്ടാവില്ലേ? നിങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷത്തെ ഗ്രാഫ് എടുത്ത് നിങ്ങൾ നോക്കൂ. നിങ്ങളോട് എല്ലാവരും ഇത് പറയുന്നുണ്ടാവും. സാറ്റലൈറ്റ് ദ വേ യു ആർ ഡൂയിങ് ബ്രില്യൻറ്റ്. അല്ലല്ല ഞാൻ അങ്ങനെ നിങ്ങൾ അബദ്ധം കാണിക്കുമ്പോൾ ഞാൻ വിളിച്ച് പറയലുണ്ടോ? അല്ല ഞാൻ നേരിട്ട് വിളിച്ചിട്ട് വഴക്ക് പറയുന്നുണ്ട്. എല്ലാം ഉണ്ടല്ലോ. അത് ഉള്ളത് കൊണ്ടാണ് അവർ. അപ്പൊ പിന്നെ കള്ളം ഇങ്ങനെയൊന്നും കള്ളം പറയാൻ പറ്റില്ല. ആ ഗ്രാഫ്, ആ ചേഞ്ചസ് എപ്പോഴും അപ്ഡേറ്റഡ് ആണ്. മാറ്റം എന്തായാലും മാറും. ആൾക്കാർ മാറ്റം എങ്ങനെയായാലും ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിലും വേണ്ടെങ്കിലും മാറും. പക്ഷെ മാറ്റത്തിൻ്റെ കൂടെ പ്രോഗ്രസ് എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പണിയെടുക്കുന്നവർക്കേ ഉണ്ടാവുള്ളൂ. ഇൻ സച്ച് എ മാർവലസ് ജേണി. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് അസ്. താങ്ക് യു. അടിപൊളി. നിങ്ങളാണ് എന്റെ പല ചോദ്യങ്ങളും ക്യാരി നന്ദി. പണി കിട്ടാതെ രക്ഷപ്പെട്ട ഇവൾക്കൊരു പണി കൊടുക്കണം. മാജിക് എല്ലാരും കൂടി ഒന്ന് എടുക്കാം ആദ്യം. മതിയോ?